ചെയ്തവരുടെ കൂട്ടത്തിൽ ഒട്ടനവധി രോഗികളുണ്ട്. അല്ലാഹുവേ, രോഗം നീയാണ് നൽകുന്നത്, ശിഫാഉ നീയാണ് നൽകുന്നത്. നിന്റെ മഹാനായ ഈ വലിയനെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി പരിഹാരം തേടി വന്നണഞ്ഞ പലരും ഇവിടെയുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ശിഫാഇനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അപകടകരമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നീ കാവൽ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഗുരുനാഥന്മാർ പലരും മണ്ണിലടിയിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, ഇവരെ ജോലി ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട പാർണൂർ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ, അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകൾ നീ വിശാലമാക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സന്തോഷം ഞങ്ങൾക്ക് പകർന്നു തരണേ തമ്പുരാൻ. മനസ്സിലൊരുപാട് വിഷമങ്ങളും വിഷമതകളും പേറിക്കൊണ്ട് നിന്റെ മഹത്തുക്കളുടെ മഖാമ് സന്ദർശിച്ചുകൊണ്ട് ദുആ ചെയ്ത് ആ തവസ്സുലിൻ്റെ ബലം കൊണ്ട് മനസ്സിൻ്റെ വിഷമങ്ങളെ ദൂരീകരിക്കാൻ വന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ വൈകാതെ തന്നെ ഞങ്ങൾക്ക് നല്ല പരിഹാരം നീ ഉണ്ടാക്കി തരണേ തമ്പുരാൻ. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തെ മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കാതെ വർഗീയ ശക്തികൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവേ, അത്തമെടുക്കണേ തമ്പുരാൻ. അത്തരം നാലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരം എല്ലാവരോടും ഒരേ രീതിയിൽ സമീപനം സ്വീകരിക്കുന്നവരുടെ കൈകളിലേക്ക് നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാൻ. നമ്മളൊക്കെ എല്ലാ വിഭാഗം ആളുകളോടും സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. ആരോടും നമുക്ക് വർഗീയതയില്ല. നല്ല വർഗീയതയില്ലാത്ത സമാധാനപരമായ ഒരു ജീവിതവും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. കാരണം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മഹത്തുക്കളായ പണ്ഡിതവര്യന്മാർ അണിനിരന്നുകൊണ്ടുള്ള പ്രൗഢമായ ദുആ സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ആ മഹിതമായ ദുആ സമ്മേളനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ വന്നണഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോടിയായി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരാമുഖ പ്രഭാഷണം ഇവിടെ നടക്കാറുണ്ട്. അത് നടത്തണം എന്നെന്നോട് പറഞ്ഞതുകൊണ്ട് ആ ഒരു എളിയ ഈ സന്ദർഭത്തിൽ നിർവഹിക്കുന്നുള്ളൂ. മറ്റു വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആത്മീയമായ ഒരു സദസ്സിലാണ്. മനുഷ്യൻ്റെ മനസ്സുകളെ സംസ്കരിക്കുന്ന ഒരു വേദിയാണ്. ആത്മസംസ്കരണത്തിൻ്റെ മഹിതമായ വേദിയിൽ ഒത്തുകൂടുന്ന നമുക്ക് മനസ്സിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പങ്കുവെക്കാനുള്ളത്. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് നാഫിയ ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ. സൂഫി ചക്രവാളത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വമായ വേദിയിൽ പടച്ചറപ്പുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച മഹത്തുക്കളാണ് CM വലിയുല്ലാഹി തങ്ങളെപ്പോലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. ആത്മസംസ്കരണം എന്ന് പറയുന്ന ശാഖ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, റിസാലത്തുൽ കുശൈരിയിലൊക്കെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. തസൗഫ് എന്ന് പറഞ്ഞാൽ അത്തസൗഫ് ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്. മനുഷ്യന്റെ മനസ്സുകളെ സംസ്കരിക്കുന്ന ഒരു വിദ്യയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഇൽമാകുന്നു തസൗഫ്. വളരെ മനോഹരമാണ് ആ നിർവചനം. അത്തസൗഫ് ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്. മനുഷ്യന്റെ മനസ്സുകളെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ് തസ്ഫിയത്ത്. ആ തസ്ഫിയത്തിന്റെ അഥവാ ശുദ്ധീകരണത്തിന്റെ ഒരു അറിവാണ് ശരിക്ക് തസൗഫ് എന്ന് പറയുന്നത്. മാത്രമല്ല, വതസ്ഫിയത്തുൽ അഖ്ലാഖ്, മനസ്സിനെ തസ്കിയത്ത് ചെയ്യുന്നതോടുകൂടി സ്വഭാവത്തെ സംസ്കരിക്കുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ ഉള്ളും പുറവും ശരിക്ക് അത് പരിപാലിക്കും. അവന്റെ ഉള്ളും പുറവും ശരിക്ക് നന്നാക്കിയെടുക്കും. എന്തിനു വേണ്ടി? ലിനൈലി സഅദത്തിൽ അബദിയ്യ, അന്തിമമായ വിജയം ഒരു മനുഷ്യന് ലഭ്യമാകുന്നതിന് വേണ്ടി. മനുഷ്യൻ അന്തിമമായ വിജയം അനിവാര്യമാണ്. കൂട്ടത്തിലൊരു കാര്യം ഞാൻ ആമുഖമായി പറയട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബാക്കവി എഴുതിയ ഏതാണ്ട് 4 പുസ്തകങ്ങളാണ്. തസ്കിയത്തുമായി ബന്ധപ്പെട്ട 4 പുസ്തകങ്ങൾ. അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ തന്നെ നഫ്സിനെ കുറിച്ചും ദുന്യാവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും നിങ്ങൾക്കിവിടെ ലഭ്യമാകും. നല്ലൊരു പണ്ഡിതൻ എഴുതിയ മനോഹരമായ പുസ്തകം. അദ്ദേഹം ഇപ്പം എൻ്റെ കൈവശം വെച്ചതുകൊണ്ട് എനിക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞു. നല്ലൊരു സേവനമാണ് അദ്ദേഹം ചെയ്തത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. മാനവീക മനസ്സുകളെ സംസ്കരിച്ചെടുത്തുകൊണ്ട്, സ്വഭാവത്തെ സംസ്കരിച്ചുകൊണ്ട്
അവൻ്റെ ഉള്ളും പുറവും ശരിക്ക് ശുദ്ധീകരിച്ചുകൊണ്ട് അവനെ നന്നാക്കുന്ന വിജ്ഞാന ശാഖക്കാണ് തസൗഫ് എന്ന് പറയുന്നത്. ആ തസൗഫിൻ്റെ മാർഗത്തിലൂടെ കടന്നുപോയി അള്ളാഹുവിലേക്ക് അടുത്ത മഹത്തുക്കൾക്കാണ് നമ്മൾ വലിയ അഥവാ അള്ളാഹുമായി ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്നത്. മഹത്തായ പണ്ഡിതന്മാർ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു, അൽ വലിയുഹു ഖരീബു ഫിൽ ലുഗ. ഭാഷയിൽ വലിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഭാഷാർത്ഥത്തിൽ ഒരു വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുമായി അടുത്ത ആൾ, ഖരീബ് അടുത്തവനെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഒരു വലിയനെ സൃഷ്ടിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്? എങ്ങനെയാണ് ഒരാൾ വിലായത്തിന്റെ പദവി കരഗതമാക്കുന്നത്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഇമാം റാസി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഫഇദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദറത്തില്ലാഹി, ഫഇദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദറത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഒരു അടിമ ശരിക്കങ്ങ് അടുത്താൽ എങ്ങനെയാണ് അടുക്കുന്നത്? ബികഥറത്തി ത്വാഅതിഹി വ ഇഖ്ലാസിഹി, അവന്റെ ഇഖ്ലാസിന്റെയും അതുപോലെ തന്നെ ആരാധനയുടെയും വർധനവ് കൊണ്ട്. ആരാധനകളും ആത്മാർത്ഥതയും രണ്ടും വേണം. ആത്മാർത്ഥമായ ആരാധനകൾ കൊണ്ട് പടച്ചറപ്പിലേക്ക് ഒരു മനുഷ്യൻ അടുത്താൽ, ബികഥറത്തി ത്വാഅതിഹി വ കഥറത്തി ഇഖ്ലാസിഹി, ഇഖ്ലാസിന്റെ വർധനവ് കൊണ്ടും ആരാധനയുടെ വർധനവ് കൊണ്ടും ഒരു മനുഷ്യൻ പടച്ചറപ്പിലേക്ക് അടുത്താൽ, വകാന റബ്ബു ഖരീബൻ മിൻഹു, ആ സമയത്ത് പടച്ചറബ് ഈ മനുഷ്യനിലേക്ക് അടുക്കുകയാണ്. ആ സമയത്ത് പടച്ചറബ് ഈ മനുഷ്യന്റെ സമീപത്തിലേക്ക് ഇങ്ങോട്ട് അല്ലാഹു അടുക്കുകയാണ്. ബിറഹ്മതിഹി വ ഫദ്ലിഹി വ ഇഹ്സാനിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അല്ലാഹുവിന്റെ ഇഹ്സാൻ കൊണ്ടും ആരാധന കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും മനുഷ്യൻ അങ്ങോട്ടടുക്കുമ്പോൾ, രണ്ട് കാര്യം കൊണ്ട് പടച്ചറബിലേക്ക് മനുഷ്യൻ അടുക്കാൻ ശ്രമിക്കുമ്പോൾ, മൂന്ന് കാര്യം കൊണ്ട് പടച്ചറബ് ഇങ്ങോട്ടടുക്കുന്നു. ഇഖ്ലാസ് കൊണ്ടും ആരാധന കൊണ്ടും നമ്മൾ അങ്ങോട്ട് അടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും ഇഹ്സാന് കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടും അവൻ്റെ നന്മ കൊണ്ടും ആ മൂന്ന് കവാടങ്ങൾ തുറച്ചു വെച്ചുകൊണ്ട് പടച്ചറബ് നമ്മിലേക്ക് അടുക്കുകയാണ്. ഫഹുനാക ഹസലത്തിൽ വിലായ, അപ്പോഴാണ് ഒരു മനുഷ്യൻ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോഴാണ് മനുഷ്യൻ വിലായത്തിന്റെ പദവി പ്രാപിക്കുന്നത്. വിലായത്തിന്റെ പദവി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അത് ക്ഷിപ്രസാധ്യമല്ല. ആരെങ്കിലും വഞ്ചിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരും തെറ്റിദ്ധരിപ്പിക്കുന്നവരുമുണ്ട്. അവരൊക്കെ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് നിരന്തരമായ ആരാധനകൾ കൊണ്ടും ആ ആരാധനകളിലുള്ള ആ മനുഷ്യന്റെ ആത്മാർത്ഥത കൊണ്ടുമാണ്. ശരിക്കൊരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അവൻ അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി അറിവുള്ളവനാവുകയാണ്. ശറഉൽ അഖാദി ഓതി പഠിക്കുമ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല. വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, ഒരു വലിയ എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ പോരാ, അല്ലാഹുവിനെ കുറിച്ച് ശരിക്കറിഞ്ഞയാൾ. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി, അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് നമ്മളൊക്കെ ആ സിഫത്തുകൾ ചൊല്ലിപ്പഠിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകളും മുസ്തഖീലായ സിഫത്തുകളും നമ്മളൊക്കെ മദ്രസയിൽ കൊച്ചുനാളിൽ അത് ഓതിപ്പഠിച്ച് പഠിച്ച് വളർന്നു വന്നവരാണ്. പക്ഷേ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ സിഫത്തിന്റെ ആന്തരാർത്ഥം മുഴുവൻ മനസ്സിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ബിഹസ്ബിമായുംകിനു, സാധ്യമാകുന്ന തരത്തിൽ ആ സിഫത്തുകളെ മുഴുവൻ അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് വളരെ വ്യക്തമായ ബോധമുള്ളയാൾ. മാത്രമല്ല, ഒരു വലിയ എന്ന് പറഞ്ഞാൽ അൽ മുവാദിബു അല ത്വാഅത്ത്, ആരാധനകളിൽ ശരിക്കും മുഴുകി നിൽക്കുന്ന ആളാണ്. ആരാധനകളിൽ ശരിക്കും മുഴുകി നിൽക്കുന്ന ആൾ. അൽ മുജ്തനിബു അനിൽ മആസി, എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തനായ ആൾ. യാതൊരു തരത്തിലും തെറ്റുകുറ്റം ചെയ്യാതെ പടച്ചറബിലേക്ക് തൻ്റെ മനസ്സ് നട്ടുകൊണ്ട് എപ്പോഴും പടച്ചറബിനെ മാത്രം മനസ്സിന് സ്മരിച്ചുകൊണ്ട് അൽ മുഅ്തരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്. വളരെ മനസ്സിലാക്കണം, അൽ മുഅ്തരിദു അനിൽ എന്ന് പറഞ്ഞാൽ ഇൻഹിമാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഴുകുമല്ലോ, ലദ്ദത്തിലും ഷഹബത്തിലും മുഴുകുന്നതിൽ നിന്നും അവൻ വിട്ടുനിൽക്കും. ശരിക്ക് ദുന്യവിയായ ഒരു ലദ്ദത്തിൽ മനുഷ്യൻ മുഴുകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ മനുഷ്യൻ സ്വാഭാവികമായി മുഴുകുന്ന ആ ലോകത്തിൻ്റെ ആനന്ദദായകമായ വസ്തുതകളിൽ നിന്നും അതിൽ നിന്നും അദ്ദേഹം പിന്തിരിഞ്ഞു നിൽക്കും. അതിലൊരിക്കലും അദ്ദേഹം ലയിച്ചു ചേരുകയില്ല.
അങ്ങനെയുള്ള വ്യക്തിയാണ് ശരിക്കും അള്ളാഹുവിൻ്റെ വലിയായി വർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ മനസ്സിൽ നിന്ന് ആ ശുദ്ധി വരണം, പ്രവർത്തനത്തിൽ അതിൻ്റെ പ്രകടനം കാണണം. ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് പടച്ചിറപ്പ് ഇങ്ങോട്ട് അടുക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ അയാൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് പദവികളും കഴിവുകളും നൽകും. എല്ലാവർക്കും അള്ളാഹു ഒരേ കഴിവല്ലല്ലോ നൽകിയിരിക്കുന്നത്. മനുഷ്യർക്ക് മുഴുവൻ പടച്ചിറപ്പ് ഒരു കഴിവല്ല നൽകിയിരിക്കുന്നത്. ചില ആളുകൾക്ക് സംഭവിച്ചു പോയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതാണ്. എല്ലാവർക്കും ഒരേ കഴിവാണ് പടച്ചിറപ്പ് നൽകിയിട്ടുള്ളത് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയി. തെറ്റാണത്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് വലിയ കഴിവുകൾ നൽകും. ഒരു മനുഷ്യൻ നന്നാകുമ്പോൾ അള്ളാഹു അവന് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആലയോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, കൈഫ യകൂനു റജുലു സ്വാലിഹാ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ യകൂനു റജുലു സ്വാലിഹാ, എപ്പോഴാണ് ഒരു മനുഷ്യൻ നല്ലവനാവുക? മഹാനായ ആ പണ്ഡിതനോട് തസൗഫിൽ അഗ്രേസനായ ഫുദൈൽ റളിയല്ലാഹു തആല അൻഹു സൂഫി ചക്രവാളത്തിൽ അദ്വിതീയമായ സ്ഥാനമുള്ള മഹാനാണ്. ആ മഹാനോട് ചോദിച്ചു, മതാ യകൂനു റജുലു സ്വാലിഹാ, എപ്പോഴാണ് ഒരു മനുഷ്യൻ നല്ലവനെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റുക? മഹാനവറുകൾ പറഞ്ഞു, ആ മനുഷ്യനിൽ 3 ഗുണമുണ്ടായിരിക്കണം. ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കുക, 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നെന്താണ്? ഇദാ കാനത്തിൻ നസീഹത്തു ഫീ നിയ്യതിഹി, ആ മനുഷ്യന്റെ നിയ്യത്തിൽ തന്നെ നസീഹത്ത് വേണം. അവൻ്റെ മനസ്സിൽ തന്നെ ഗുണകാംക്ഷ മനോഭാവം വേണം. എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന നല്ല മനസ്സുണ്ടാകണം. ആ നല്ല മനസ്സ് മനുഷ്യനുണ്ടോ അവൻ നന്നാകും, അല്ലാത്തവനോ ഞാൻ മാത്രം നന്നായാൽ മതി എന്നൊരു കേവല ചിന്ത കടിപ്പെട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ഒന്നാമതായി ഒരു മനുഷ്യൻ്റെ നന്മയുടെ പ്രഥമ ലക്ഷണം, ഒരു മനുഷ്യൻ്റെ നന്മയുടെ പ്രാഥമിക ലക്ഷണം അവൻ്റെ മനസ്സിൽ എല്ലാ വിഭാഗം ആളുകളും നന്നാവട്ടെ എന്ന നസീഹത്തിൻ്റെ മനോഭാവമാണ്. നസീഹത്താണ് ദീനു അൻ നസീഹ. രണ്ടാമത്തെ ഗുണമെന്താണ്? വൽ ഖൗഫു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ശരിക്കുള്ള ഭയപ്പാട് വേണം, അള്ളാഹുവിനെ പേടി വേണം. പടച്ച റബ്ബിനെ ശരിക്ക് പേടിച്ചു കൊണ്ടിരിക്കണം. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ബോധം വേണം. വൽ അമലു സ്വാലിഹു ഫീ ജവാരിഹി, മൂന്നാമത്തെ ഗുണം അവൻ്റെ അവയവങ്ങൾ കൊണ്ട് അവൻ കഴിയാവുന്ന വിധത്തിലുള്ള സൽക്കർമ്മത്തിൽ വ്യാപൃതനാകണം. അവൻ്റെ മനസ്സ്, അവൻ്റെ ശരീരം ഒക്കെ അള്ളാഹുവിലാണ്. ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും ഒക്കെ പടച്ചറപ്പിനെ ഓർക്കുന്ന സ്വഭാവം. ഒന്ന് നിയ്യത്തിൽ നസീഹത്ത്, രണ്ടാമത്തേത് അവൻ്റെ ഹൃദയത്തിൽ ഖൗഫ്, മൂന്നാമത്തേത് അവയവങ്ങളിൽ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് അമലു സ്വാലിഹാത്ത് ചെയ്യുക. ഈ 3 സ്വഭാവം ഒരു മനുഷ്യനുണ്ടോ അവൻ യഥാർത്ഥത്തിൽ വിജയിയാണ്, അവനാണ് സ്വാലിഹായ മനുഷ്യനെന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു. ഇതേ രീതി തന്നെയല്ലേ അള്ളാഹുവിൻ്റെ തിരുദൂതരം പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു മുഅ്മിനിന്റെ സ്വഭാവം നമ്മൾ പ്രകടമാക്കിയാൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടക്കും. ശരിക്കൊരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യം. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? മിൻ അഖ്ലാഖിൽ മുഅ്മിൻ, അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വലാത്തൊക്കെ അവർക്ക് ചൊല്ലിക്കൂടാതെ ബാക്കി ഉണ്ടാവൂ. നമ്മൾ ഇച്ചൊല്ലുന്ന സ്വലാത്തുകളും ദിക്റുകളുമേ ബാക്കി കാണൂ. മഹാന്മാർ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം എന്താ? ഒന്നാമതായി പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ ഹുസ്നുൽ കലാമി ഇദാ ഹദ്ദസ, അവൻ്റെ നാക്കിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് നല്ല വാക്കാകണം. നല്ല മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നല്ല വാക്കേ വരൂ, ചീത്ത വാക്ക് വരില്ല. നല്ല വാക്ക് പറയുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക എന്നൊന്നുമല്ല. എല്ലാ സമയത്തും ഖുർആൻ ഓതലും ദിക്ർ ചൊല്ലലും എന്താ അതിൻ്റെ അർത്ഥം? പിന്നെന്താ? നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൊണ്ട് ബന്ധങ്ങൾ തകരരുത്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പരലോകത്ത് നമുക്ക് നാശമുണ്ടാകരുത്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകരുത്. നമ്മളെ വാക്ക് എപ്പോഴും നല്ലതിന് വേണ്ടിയായിരിക്കണം, നല്ലതേ പറയാവൂ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാക്കിൽ നിന്ന് നല്ലതേ വരൂ. ഹുസ്നുൽ കലാമി ഇദാ ഹദ്ദസ. രണ്ടാമത്തെ ലക്ഷണം ഒരു മുസ്ലിമായ മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം എന്താണ്? വഹുസ്നുൽ ഇസ്തിമാഅ് ഇദാ ഹുദ്ദിസ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവന് കൃത്യമായി ഇത് കേൾക്കും, മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നല്ലത് കേട്ടാൽ അത് പാലിക്കും, നിയമങ്ങൾ അനുസരിക്കും. എത്രത്തോളം? ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പോലും അനുസരിക്കും. എന്തുകൊണ്ട്? അനുസരണ മനോഭാവം ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. അനുസരണ മനോഭാവം ഒരു മുഅ്മിനിന്റെ കാര്യമാണ്.
അതുകൊണ്ട് തന്നെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞൊരു മുഅ്മിൻ അങ്ങനെയായിരിക്കണം. മറ്റൊന്ന് മൂന്നാമത്തേതൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ഹുസ്നുൽ ബിശ്രി ഇദാ ലഖിയ, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാളെ കണ്ടുമുട്ടിയാൽ അവന് നല്ല സന്തോഷം പകർന്നു കൊടുക്കണം. ഒരു മനുഷ്യൻ നമ്മളെ കാണുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനുമായി അല്പസമയം ഇടപെട്ടാൽ പിന്നീട് തോന്നും ഒന്നുകൂടി കണ്ടിരുന്നുവെങ്കിൽ, അല്ലാഹുവേ ഒന്നുകൂടി കണ്ടിരുന്നുവെങ്കിൽ. എന്താ കാരണം? ആ മനുഷ്യൻ പകർന്നു കൊടുത്ത നൈർമല്യമാർന്ന സ്വഭാവം, ഒരു മുഅ്മിനിന്റെ ശരിയായ ആ സ്വഭാവം ശരിക്ക് മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചു പോയി. മറ്റൊന്ന് അവസാനമായി പറഞ്ഞു പരിശുദ്ധ പ്രവാചകർ, വവഫാഉം ബിൽ അഹ്ദി ഇദാ വഅദ, വവഫാഉം ബിൽ അഹ്ദി ഇദാ വഅദ. നമ്മൾ ഒരു കരാർ ചെയ്താൽ ആ കരാർ കൃത്യമായി പാലിക്കണം. കരാർ പാലിക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പാലിക്കാത്തവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല. എന്തുകൊണ്ട്? അവൻ മുനാഫിക്കാണ്, കപടനാ. അതുകൊണ്ട് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കൃത്യമായി നമ്മൾ പാലിക്കണം. 4 കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആരോടെങ്കിലും ഒരു വാക്ക് സംസാരിക്കുന്നുവെങ്കിൽ അത് നല്ല വാക്കാകണം. ചീത്ത വാക്കൊന്നും പറയരുത്. ദേഷ്യപ്പെട്ടാൽ പിണങ്ങിയാൽ നമ്മൾ പറയുന്ന മോശപ്പെട്ട തെറിവാക്ക് പറയരുത്, മുഅ്മിൻ പറയില്ല. രണ്ടാമത്തേത് വഹുസ്നുൽ ഇസ്തിമാഇ ഇദാ ഹുദ്ദിഥ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ നന്നായി കേട്ടിരിക്കും. നമ്മളൊക്കെ ഈ സ്വഭാവത്തിലേക്ക് മടങ്ങണം. സിയാറത്ത് ചെയ്യാൻ മാത്രം വന്നാൽ പോരാ, ദുആ സമ്മേളനത്തിന് മാത്രം പോയിരുന്നാൽ പോരാ. ദ്വാരക്കാനും വന്ന് സിയാറത്തും ചെയ്ത് പിന്നെ നാക്കിന്റെ തുമ്പിൽ നിന്ന് തെറിവാക്ക് പറയുന്ന ആൾ എന്ത് പ്രയോജനം? അവന്റെ സിയാറത്തും അവന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കേവലം മൗഢ്യമാണ്. നമ്മുടെ സ്വഭാവം നന്നാകുമ്പോൾ കൽബ് നന്നായാൽ കൽബിൽ നിന്ന് നല്ല വാക്കേ വരും. ചില ആളുകൾ എത്ര നന്മ പറഞ്ഞു കൊടുത്താലും നേരാവില്ല. എന്താ കാരണം? അവന് ഹുസ്നുൽ ഇസ്തിമാഅ് എന്ന കഴിവ് പഠിച്ചവൻ കൊടുത്തിട്ടില്ല. നല്ലത് കേൾക്കാനുള്ള കഴിവില്ല. ഇതിലെ കേട്ട് ഇതിലെ വിടും. വേറെ ചില ആളുകൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സിയാറത്തിന് വരും, ഒക്കെ ചെയ്യും. മഹാന്മാരെ മക്ബറുകളിൽ വരും, സിയാറത്ത് ചെയ്യും, നന്മ പ്രവർത്തനമൊക്കെ ചെയ്യും. പക്ഷെ എന്താ? ഒരു 5 മിനിറ്റ് ആ മനുഷ്യരോട് പെരുമാറിയാൽ ഇത്ര വൃത്തികെട്ട സ്വഭാവം വേറൊരാളത്ത് കാണൂല. പഠിച്ചോനെ, അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടാൽ ദുന്യാവുന്ന ഇത്തരം ആളെ ഇനി കണി കണ്ടില്ലെങ്കിൽ എന്ന് തോന്നിപ്പോവും. എന്നാൽ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും, നോമ്പോൽക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ വീട്ടുകാരോട് മോശം പെരുമാറ്റം, കുടുംബത്തോട് മോശം പെരുമാറ്റം, കൂട്ടുകാരോട് വളരെ മോശം പെരുമാറ്റം. എന്താ കാരണം? സ്വഭാവം നന്നായിട്ടില്ല. അല്ലാഹുവേ ഞങ്ങളെ സ്വഭാവം നന്നാവുക എന്നത് ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താ. ഏറ്റവും വലിയ നിഅമത്താ. ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു നമുക്ക് സ്വഭാവം നന്നാക്കി തരണം. അല്ലാഹുവേ ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണേ തമ്പുരാനെ. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ സ്വഭാവം നന്നാവണമെങ്കിൽ, ഒരു മരത്തിന്മേൽ നല്ല പഴമുണ്ടാകണമെങ്കിൽ ആദ്യം മരത്തിന്റെ വേരിന് കൊടുക്കുന്ന, അടിഭാഗത്ത് കൊടുക്കുന്ന വളം നന്നാവണം. അടിഭാഗം നന്നാകുമ്പോഴേ ശരിയാവൂ. കൽബ് നന്നായെങ്കിലേ പെരുമാറ്റം നന്നാവൂ. കൽബ് നന്നാവാഞ്ഞാൽ പെരുമാറ്റം നന്നാവൂല. ശരിക്ക് തസ്വിയത്തുൽ കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ മനസ്സുകളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സുകളെ ശുദ്ധീകരിക്കൽ? എന്തിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കണം? ശരിക്ക് തഅരീഫാത്തിൽ വളരെ മനോഹരമായിട്ട് ജുർജാനി തങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലെ തസ്വിയത്തുൽ കൽബ്? എങ്ങനെയാണ് തസ്വിയത്തുൽ കൽബ് എന്ന് പറഞ്ഞാൽ? തസ്വിയത്തുൽ കൽബി അൻ മുവാഫഖത്തിൽ ബരിയത്തി, സാധാരണ സൃഷ്ടികളുടെ സ്വഭാവത്തിൽ നിന്നൊരു വ്യതിരിക്തത. എല്ലാ മനുഷ്യന്മാരും പെരുമാറുന്നത് അവന്റെ മനസ്സിലൊരു മൃഗീയ സ്വഭാവം ഉണ്ടാവും. അതിന് വിരുദ്ധമായി മുഫാറഖത്തുൽ അഖ്ലാഖി ത്വബഇയ്യ, പ്രകൃതിദത്തമായ മനുഷ്യന്റെ പൊതു സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം, സാധാരണ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം നല്ലൊരു സ്വഭാവത്തിലേക്ക്. മാത്രമല്ല വഇഖ്മാദു സിഫാത്തിൽ ബശരിയ, മനുഷ്യത്വപരമായ സ്വഭാവത്തിൽ മനുഷ്യനുണ്ടാകുന്ന വൃത്തികെട്ട ചില സ്വഭാവങ്ങളുടെ അത് കുഴിച്ചു മൂടണം എന്നാണ് പറയുന്നത്. അപ്പോഴേ മനസ്സൊന്നാവുള്ളൂ. നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങളെ കുഴിച്ചു മൂടുക. വമുജാനബത്തു ദഅവൻ നഫ്സാനിയ, അവന്റെ ശരീരേച്ഛകളെ അഥവാ ആന്തരികമായ ദുർബോധനങ്ങളെ ഒഴിവാക്കുക. നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ആന്തരിക ദുർബോധനങ്ങൾ പലപ്പോഴും നമുക്കെതിരായിരിക്കും. നമ്മുടെ ദേഹേച്ഛയാണ് പലപ്പോഴും ഈ ആന്തരിക ദുർബോധനം നൽകുന്നത്. ആ ദുർബോധനത്തെ പാടെ വർജിക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് മുനാസലത്തു സിഫാത്തി റൂഹാനിയ, നല്ല ആത്മീയമായ ചൈതന്യം നമ്മൾ സംഭരിച്ചു വെക്കുക. ആ ചൈതന്യം സംഭരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൽബ് ഇങ്ങനെ തിളങ്ങി തിളങ്ങി വരും. അത്തരം ഹൃദയങ്ങൾക്ക് നമ്മൾ കാണാത്തത് കാണാൻ പറ്റും, നമ്മൾ അറിയാത്തത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹുൻ നാദിറൂന. നമ്മൾ കാണാത്ത സൂഫി ചക്രവാളത്തിലുള്ള ആളുകൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്.
അത്തരം ആളുകളുടെ മനസ്സിന്റെ സവിശേഷത എന്താണ്? അവർ ശരിക്ക് ശാശ്വതമായി കൂടുതൽ ഉപകരിക്കുന്നത് മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെയാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അവരുടെ സ്വഭാവം എന്താ? ഇസ്തിഅ്മാലുമാഹുവ ഔലാ അല സർമദിയ, ശാശ്വതമായി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തുണ്ടോ അതേ ഉപകരിക്കുന്നതേ ഉപയോഗിക്കൂ. നാളേക്ക് ഉപകാരമുള്ളത് മാത്രമേ ഇന്നവർ ചെയ്യൂ. നാളേക്ക് ഉപകാരമുള്ളത് മാത്രം ഇന്നു ചെയ്യുന്ന ആളുകൾ. അത്തരം ആളുകൾക്ക് ചില അസലുകളും അടിത്തറകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരാൾക്കുണ്ട് വലിയായി കയറാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ആ സ്ഥാനത്തെത്തി എന്ന് പറയാനോ കഴിയില്ല. മഹാപണ്ഡിതന്മാർ അതേക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചത് ചില അടിസ്ഥാന തത്വങ്ങളാണ്. ആ അടിസ്ഥാന തത്വങ്ങൾ കൃത്യമായി പാലിക്കണം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാന്മാരായ ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് അസ്റുഹ അൽ ഉഖൂഫു ലിൽ ഇബാദ. അസ്ർ അതിന്റെ അടിത്തറ അൽ വുഖൂഫു അലൽ ഇബാദത്തി, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. സിഎം വലിയുല്ലാഹി തങ്ങളെ പോലുള്ള മഹത്തുക്കളെ കുറിച്ച് പഠിച്ചു നോക്ക്. അവർ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞ് സുഹൃദ് നടത്തി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ച നിമിഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമുണ്ട്. അവർ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്ന സന്ദർഭങ്ങളുണ്ട്. ഒന്നാമതായി ഒരു വലിയിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ ആ സ്ഥാനത്തേക്ക് അവൻ കടന്നു പോകും. അതിൻ്റെ വഴികളാണ് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കൽ, വല്ലിങ്കിത്താഴു ശരിക്കും മുറിഞ്ഞിറങ്ങുക ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് പടച്ചറബ്ബിലേക്ക് ആ മനുഷ്യൻ തൻ്റെ ജീവിതം അർപ്പണം ചെയ്യുക. അല്ല എന്ന ചിന്ത സദാ നിമിഷവും തൻ്റെ കൽബിലൂടെ കടന്നു പോവുക. വൽ ഇറാദു അൻ സുഖ്റുഫി ദുനിയാ വസീനതിഹാ, അൻ സുഖ്റുഫി ദുനിയാ വസീനതിഹാ, ദുനിയാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുകതകളിൽ നിന്നും ആ മനുഷ്യൻ പിന്തിരിഞ്ഞു പോവുക. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ദുനിയാവിലെ കൗതുകകരമായ സംഗതി കണ്ടാൽ അതിലുണ്ടാകും. ഇപ്പം നമ്മൾ ദുആക്ക് വന്നിരിക്കുന്നു, നമ്മൾ നാളെയോ മറ്റന്നാളോ ഒരു രസകരമായ സദസ്സ് കണ്ടാൽ അത് ദീനിന് യോജിക്കുമോ യോജിക്കില്ലേ നോക്കാതെ അതിൽ കയറും. അതും നമ്മൾ കാണാൻ പോകും. നമ്മുടെ മനസ്സ് വീണ്ടും മലിനമാവുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കണം, ആ ശുദ്ധമായ മനസ്സിന്റെ ഉടമയാണെങ്കിൽ അത്തരം ദുന്യാവിന്റെ ലബ്ധത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു പോകും. മാത്രമല്ല അവൻ ആരാധനയ്ക്ക് വേണ്ടി സമയം കൂടുതൽ കൂടുതൽ കണ്ടെത്തും. അങ്ങനത്തെ ആളുകൾക്കാണ് ശരിക്ക് ഈ ചക്രവാളത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ് സൂഫികൾ അല്ലെങ്കിൽ തസൗഫ് പഠിച്ച ആളുകൾ അല്ലെങ്കിൽ തസൗഫ് പ്രാവർത്തികമാക്കിയവരെന്ന് പറയുന്നത്. ഇത് പൂർവ്വകാലത്ത് നോക്കിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പോലെ തന്നെ സ്വഹാബത്തിൽ പലരും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും സൂഫി എന്ന് പറയലില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പോലെ സിദ്ദീഖ് തങ്ങളെ പോലുള്ള മഹത്തുക്കൾ അവരൊക്കെ ഈ ഗണത്തിൽ മുൻപന്തിയിലാണ്. പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ സൂഫി എന്ന് പറയാറില്ല. ശരിക്കും ചരിത്രം വായിച്ചാൽ കാണാം, അവ്വലു മൻ യുസമ്മാ ബി സൂഫി അബൂ ഹാഷിം സൂഫി. അബൂ ഹാഷിം സൂഫി എന്ന് പറയുന്ന ആളെയാണ് ആദ്യമായി സൂഫി എന്നുള്ള പേര് വിളിച്ചത്. ആദ്യമായി സൂഫി എന്ന പേര് വിളിച്ചത് അൽ മുതവഫ സനത 50 വ 100, ഹിജ്റ 150 മരണപ്പെട്ട അബൂ ഹാഷിം എന്ന് പറയുന്ന മഹാനെയാണ് ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്ന് വിളിച്ചത്. അതുവരെ സൂഫി എന്ന പേര് വിളിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സൂഫി എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അവലംബിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. ദീൻ അവലംബിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും വലിയാൻ കഴിയില്ല. അവന് തസൗഫ് പഠിക്കാനും കഴിയില്ല. കേവല തസൗഫ് കൊണ്ടും പ്രയോജനമില്ല, കേവല ഫിഖ് കൊണ്ടും പ്രയോജനമില്ല എന്നാ പറയുന്നത്. അത് രണ്ടും മഹത്തുക്കൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളത് മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, വളരെ വ്യക്തമായി ഒരു മനുഷ്യൻ ശരിക്ക് സൂഫി ചക്രവാളത്തിൽ തിളങ്ങി. മൻ തസവ്വഫ വലം യതഫഖഹ്, ഒരാൾ തസൗഫ് പഠിച്ചു, നല്ല തസൗഫൊക്കെ പഠിച്ചു, വലം യതഫഖഹ്, തീരെ അൽ ഫിഖ് പഠിച്ചില്ല. തീരെ ഫിഖ് പഠിച്ചില്ല, ഫിഖ് അവിടെ ഉണ്ടായില്ല. കർമ്മശാസ്ത്രത്തെ കുറിച്ച് ഒന്നും അറിയില്ല, വേഷവിധാനം മാത്രമേ ഉള്ളൂ. മൻ തസവ്വഫ വലം യതഫഖഹ്, ഒരാൾ നല്ല തസൗഫിന്റെ ഭാഗത്തിലൂടെ പോയി, പക്ഷേ ഫിഖ് അറിയില്ല, കർമ്മശാസ്ത്രം അറിയില്ല, നിസ്കാരത്തിന്റെ സിഹത്ത് മുത്തലാ പോലും അറിയില്ല. ഫഖത്ത് തസന്തക, അവൻ മതനിഷേധിയാണ്. മതത്തെക്കുറിച്ച് പഠിക്കാതെ തസൗഫിന്റെ രൂപം കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വന്നവനാണ്. വമൻ തഫഖഹ വലം യതസവ്വഫ്, ഒരാൾ ശരിക്ക് ഫിഖ് പഠിച്ചു, ഫിഖ് ശരിക്ക് പഠിച്ചുകൊണ്ട് കർമ്മശാസ്ത്രത്തിൽ വിൽപ്പത്തി നേടി, പക്ഷേ ഒരു സുന്നത്തും അവന്റെ കയ്യിലില്ല, ഒരു തസൗഫും അയാളെ കയ്യിലില്ല. ഫഖത്ത് തഫസ്സഖ, ഒരാളെ കുറിച്ച് തസന്തക എന്ന് പറഞ്ഞു, മറ്റയാളെ കുറിച്ച് തഫസ്സഖ എന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് ഫിസ്കാണ്,
ഒന്ന് സത്യത്തെ നിഷേധിക്കുന്നത് പോലുള്ള പ്രവർത്തനമാണ്. എന്നാൽ വമൻ ജമഅ ബൈനഹുമാ, ഇത് രണ്ടും ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ അഥവാ ഒരു മനുഷ്യന്റെ കയ്യിൽ ഫിഖ്ഹുമുണ്ട്, തസവുഫുണ്ട്, രണ്ടുമുണ്ടെങ്കിൽ ഫഖത്ത് തഹഖഖ, അവനാണ് മുഹഖിഖ്. റഈസുൽ മുഹഖിഖീൻ എന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞില്ലേ? തസവുഫും ഉണ്ട്, ഫിഖ്ഹുമുണ്ട്. നല്ല സൂക്ഷ്മതയുള്ള പണ്ഡിതൻ ഫിഖ്ഹിൽ, എന്നാൽ സുന്നത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മഹാൻ. എന്താ കാരണം? ഫിഖ്ഹുമുണ്ട്, തസവുഫുമുണ്ട്, രണ്ടുമുണ്ട്. ആ രണ്ടുമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉയർച്ചയിൽ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ വിലായത്തിന്റെ പദവി പ്രാപിച്ചുകൊണ്ട് നമുക്കവരെ കൊണ്ട് ഗുണം ലഭ്യമാകും. നമുക്കെന്താ അതുകൊണ്ട് ഗുണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ ജനങ്ങളെ, നിങ്ങൾ പടച്ചറപ്പിനെ ഭയപ്പെടണേ. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണേ. പടച്ചറപ്പിലേക്ക് നിങ്ങൾ വസീല തേടണേ. അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണമെന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ തഖ്വ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു വബ്തഗൂ ഇലൈഹിൽ വസീല. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ മധ്യവർത്തികളെ നിർത്തുകയാണ്. നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്തിനാ? മയ്യത്ത് നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്തിനാ? അള്ളാഹുവിലേക്ക് ഒരു പ്രധാന കാര്യം നമ്മൾ അർപ്പിക്കുമ്പോൾ അതിന്റെ മുമ്പ് പരിശുദ്ധ പ്രവാചകന്റെ മേൽ സ്വലാത്ത്, അത് തവസ്സുലാണ്. നബിത്തങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേ പടച്ചറബിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന പണ്ഡിതന്മാർ, അവർ വലിയ പണ്ഡിതന്മാരാണ്. ഔലിയ തന്നെ സൗകര്യങ്ങൾ ചെയ്യാം.
അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ ബോധവും ബോധ്യവുമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന മഹത്തുക്കളെക്കുറിച്ച് അഥവാ തസോഫിൻ്റെ പണ്ഡിതന്മാരെക്കുറിച്ച് വലിയങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഹാഉലാഹി ഇൻദഹും റൗസുൽ അംരി കുല്ലിഹി. ആ വിഭാഗം ആളുകളുടെ കയ്യിലാണ് കാര്യങ്ങളുടെ കിടപ്പ് മുഴുവനുള്ളത്. റൗസുൽ അംർ അവരുടെ കയ്യിലാണ്. അതെന്താ? വഹുവ തഖ്വല്ലാഹി വ മഹബ്ബത്തുഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനുള്ള സ്നേഹവും, രണ്ടും ഭയവും സ്നേഹവും. അള്ളാഹിനെ കുറിച്ചുള്ള ഭയവും പടച്ചറബിനോടുള്ള സ്നേഹവും അവരെ കയ്യിലാണുള്ളത് എന്ന് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് തഖ്വല്ലാഹി വ മഹബ്ബത്തുഹു. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാന നിദാനം മുഴുവൻ അതാണ്. തഖ്വ ഒരു മനുഷ്യന്റെ കൽബിലുണ്ടോ, പടച്ചറബിനോട് സ്നേഹമുണ്ടോ? അള്ളാഹുവിനുള്ള സ്നേഹവും പടച്ചറബിനോട് സിട്ടാവിനുള്ള സ്നേഹം, ആ സ്നേഹമുണ്ടെങ്കിൽ സിട്ടാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും. അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, തഖ്വയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ പടച്ചറബുണ്ട്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങൾ അറിയണേ, പടച്ചറബ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ മുത്തഖീങ്ങളാണെങ്കിൽ, മുത്തഖീങ്ങളായ മനുഷ്യന്റെ കൂടെ പടച്ചറബുണ്ടെന്ന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളും സിദ്ദീഖ് തങ്ങളും തൗറിൽ പോയില്ലേ? തൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ അല്ലാഹുവിന്റെ തിരുദൂതർ ചെല്ലുന്നത് ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. ശത്രുക്കൾ നബി തങ്ങളെ പിടിച്ചു കൊടുക്കാൻ പിന്നാലെ വരികയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും പരിശുദ്ധ തിരുദൂതരും ആ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആ ഗുഹയിൽ പ്രവേശിച്ച് അവർ ആ ഗുഹ പാകപ്പെടുത്തിക്കൊണ്ട് അതിലിരിക്കുമ്പോൾ ഗുഹാമുഖത്ത് വന്നുകൊണ്ട് അവരെ പരതുകയാണ്. ഗുഹക്കുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ശത്രുവിന്റെ കാല് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരെ, അവരെങ്ങാനും കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ. പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ വാക്കെന്താണ്? സിദ്ദീഖേ, ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, പടച്ചറബ് നമ്മുടെ കൂടെയുണ്ട്. മഅയ്യത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന ഈ കാവൽ ശരിക്കൊരു മനുഷ്യന് കിട്ടുന്നത് തഖ്വയുണ്ടാകുമ്പോഴാണ്. എന്താണ് അതിന്റെ തെളിവ്? വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. മനസ്സിൽ തഖ്വയുള്ള മനുഷ്യന്റെ കൂടെ പടച്ചറബിന്റെ കാവലുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അതിന്റെ ഉള്ളിലുണ്ടെന്ന വിവരം ശത്രു എങ്ങനെ അറിയാതെ പോയി? ശത്രുക്കളുടെ മുമ്പിൽ പടച്ചറബ് പ്രതിരോധം തീർത്തു. എന്താ പ്രതിരോധം? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം സമൂഹത്തിന് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെയുണ്ട്. പരിശുദ്ധ തിരുദൂതരെ പിടിക്കാനും വധിക്കാനും വേണ്ടി പിന്നാലെ വന്ന ശത്രുക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുദൂതരെ റബ്ബ് രക്ഷിച്ചത് എങ്ങനെയാണ്? തഖ്വ കൊണ്ട്. തഖ്വയുണ്ടെങ്കിൽ മഅയ്യത്തുൽ ഇലാഹിയ ഉണ്ട്. റബ്ബ് കൂടെയുണ്ടെങ്കിൽ പടച്ചവന് കാക്കാൻ ദുർബലമന്ത്രി. ആ ഗുഹയുടെ മുഖത്ത് പരിശുദ്ധ പ്രവാചകർക്ക് കാവലായി പടച്ച റബ്ബ് രണ്ട് സൗകര്യം ഏർപ്പെടുത്തി. ഒന്നൊരു ചിലന്തി വല. ഒരു ചിലന്തി വല കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചിന്തിക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ വാക്കില്ലേ, വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമതലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ വിട്ട് ബഹുദൈവങ്ങൾ ആരാധിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമതലിൽ അൻകബൂത്ത്. അത് ചിലന്തിയെ പോലെയാണ്. അള്ളാഹു അല്ലാതൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ചിലന്തി വല കിട്ടുന്നത് പോലെയാണ്. ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ഭൂമിയിലെ ഏറ്റവും ദുർബലപ്പെട്ട വീട് ചിലന്തിയുടെ വീടാകുന്നു. ചിലന്തിയുടെ വീടാണ് ഭൂമുഖത്തെ ഏറ്റവും ദുർബല. ആ ദുർബലമായ വീടാണ് ആ ഗുഹക്ക് മുമ്പിൽ പടച്ചിറപ്പ് വെച്ചത്. രണ്ടാമത്തത് ശ്രദ്ധിക്കണം, ഒരു മാടപ്രാവാണ്, ഒരു കഴുകനാണെങ്കിൽ, ഒരു പരുന്താണെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഒന്നുമല്ല, കേവലം ഒരു കൊച്ചുജീവി, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത. ആ കാര്യത്തിൽ, സംരക്ഷണ കാര്യത്തിൽ ഒന്നും അതിന് ചെയ്യാൻ കഴിയില്ലല്ലോ. റബ്ബ് കാത്തു. ദുർബലമായ രണ്ട് സംഗതി കൊണ്ട് പടച്ചിറപ്പ് നബി തങ്ങളെ കാത്തു. ലോകത്തേറ്റവും കാക്കേണ്ട മനുഷ്യനെ ഏറ്റവും ദുർബലമായ രണ്ട് സംഗതി കൊണ്ട് കാത്തു. അള്ളാഹ് വിചാരിച്ചാൽ ദുർബലമായ കാവല് മതി. ആ രണ്ട് സാധനം കൊണ്ട് ശത്രു കൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇമാം ബൂസീരി തങ്ങൾ എഴുതിയില്ലേ, വസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ
വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ നാരിമി الحمام وظن العنكبوت على خير البرية لم تنسج ولم تقومي مولاي صل وسلم ഉറക്കെ ചൊല്ലിക്കോ. എങ്കിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതിന്റെ നേരൊരു മറുവശമുണ്ട്, ഇതിന്റെ നേരെ ഒരു മറുവശമുണ്ട്. പടച്ചുറപ്പിന്റെ കാവൽ കേട്ടോ. നമ്മളിപ്പോ പടച്ചോന്റെ കാവല് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാമെന്നതാണ്. അള്ളാഹുവിന്റെ കാവൽ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ പ്രൊട്ടക്ഷൻ എത്ര ഏർപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇതിന്റെ നേരെ മറുവശമുള്ള ഉദാഹരണം നോക്ക്. നിങ്ങൾ തെക്കുവയില്ലെങ്കിൽ പടച്ചോന്റെ കാവലില്ല. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ സുരക്ഷ കൊടുക്കും. അത് അങ്ങനെയല്ല, ചിന്തിക്കണം നിങ്ങൾ. അബൂലഹബിന്റെയും ഒക്കെ അവന്റെ മക്കളെയും ഒക്കെ കഥ നിങ്ങൾക്കറിയാം. അബൂലഹബിന്റെ 2 മക്കൾ ഉത്ബത്തും ഷൈബത്തും താരീഖിൽ പറയുന്നു. ഉത്ബത്തും ഉത്തൈബത്തും വിവാഹം കഴിച്ചത് പരിശുദ്ധ തിരുദൂതരുടെ പുണ്യ 2 മക്കളെയാണ്, റുഖിയ ഉമ്മു കുൽഥൂം. ഈ 2 മക്കളെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു, ഉത്ബത്തും ഉത്തൈബത്തും. അള്ളാഹുവിന്റെ തിരുദൂതരതാ പ്രബോധനം തുടങ്ങി. പ്രബോധനം ആരംഭിച്ചപ്പോൾ പരിശുദ്ധ പ്രവാചകരോട് അബൂലഹബിന് വെറുപ്പുണ്ടായിട്ട് അബൂലഹബ് പറഞ്ഞു, മക്കളെ, മുഹമ്മദുമായി നമുക്ക് ബന്ധം വേണ്ട, മുഹമ്മദുമായി നമുക്ക് ബന്ധം വേണ്ട, മുഹമ്മദിന്റെ മക്കളെ തൊലാക്ക് ചൊല്ലണേ. പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട 2 മക്കളെ തൊലാക്ക് ചൊല്ലാൻ അബൂലഹബ് തന്റെ മക്കളെ ചുമതലപ്പെടുത്തി. ഉത്ബത്ത് തലാക്ക് ചൊല്ലി, ഉത്തൈബത്ത് തൊലാക്ക് ചൊല്ലിയത് ഗൗരവത്തിലായി പോയി. താരീഖ് ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ഉത്തൈബത്ത് ചെന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവേ, നമ്മൾ ശരിക്ക് ചിന്തിക്കണം, നമ്മൾ ഓർക്കണം, നിന്റെ കാവൽ നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാകുമെന്ന് ഞങ്ങൾ പഠിക്കുന്ന ചരിത്രമാണത്. ഒരു ഉദാഹരണം, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഉത്തൈബത്ത് ചെന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, കഫർതു ബിദീനിക വഫാറഖതു ബനതക, കഫർതു ബിദീനിക വഫാറഖതു ബനതക. മുഹമ്മദേ, നിന്റെ മകളും എനിക്ക് വേണ്ട, നിന്റെ ദീനും എനിക്ക് വേണ്ട, നിന്റെ ദീനും എനിക്ക് വേണ്ട, നിന്റെ മകളും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ മകളെ തൊലാഖ് ചൊല്ലി ഉത്തൈബത്ത് നബി തങ്ങളെ മുമ്പിൽ പോരാ. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുപ്പായം ഇങ്ങോട്ട് പിടിച്ചു. ചിന്തിക്കണേ നിങ്ങൾ. അഷ്റഫുൽ ഖൽഖിനെ പിടിച്ചു വലിച്ചു. നബി തങ്ങളെ കുപ്പായം കീറി, അള്ളാഹുവിന്റെ തിരുദൂതരുടെ കുപ്പായം കീറി. നബി തങ്ങളുടെ കുപ്പായം വലിച്ചു കീറിക്കൊണ്ട് നബി തങ്ങളോട് ധിക്കാരം ചെയ്തു. അള്ളാഹുവിന്റെ തിരുദൂതർ വേദനിച്ചു. മനസ്സിന്റെ വേദന, ശരീരത്തിന്റെ വേദന. മകളെ തൊലാക്ക് ചൊല്ലി ദീനുന്നവൻ പുറത്തു പോയി, മനസ്സിന്റെ വേദനയാണ്. കുപ്പായം പിടിച്ച് വലിച്ചിട്ട് കീറുവോളം വലിച്ചു. നോക്കണം നിങ്ങൾ, ശരീരത്തിന്റെ വേദനയാണ്. അള്ളാന്റെ തിരുദൂതർ അവിടെ വെച്ചുകൊണ്ട് 2 കയ്യും പൊക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക. പടച്ചവനെ, നിന്റെ മൃഗത്തിൽ നിന്നൊരു മൃഗത്തെ ഇവന്റെ മേൽ നീ അധികാരപ്പെടുത്തണേ തമ്പുരാനെ. കൽബം മിൻ കിലാബിക. അവിടെ കെൽബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഏത് മൃഗമാണെങ്കിലും ശരി, ഒരു മൃഗത്തെ കൊണ്ട് ഇവനെ പിടിപ്പിക്കണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ ദുആനെ ശ്രദ്ധിക്കണേ. ആ ദുആ അങ്ങ് കേട്ടതോടുകൂടി ശത്രുക്കൾക്ക് പേടിയായി, അബൂലഹബിന് പേടിയായി. കാരണം അബൂലഹബിന് നന്നായിട്ട് അറിയാം നബി തങ്ങളെ കുറിച്ച്. അള്ളാഹുവിന്റെ തിരുദൂതർ എന്തൊക്കെയോ ചില കഴിവുകളുള്ള വ്യക്തിയാണ്. ലാത്തയും ഉസ്സയും ഒക്കെ എതിർക്കുന്നു എന്നതൊഴിച്ചാൽ മുഹമ്മദിന് ചില കഴിവുകളുണ്ട്, അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഫലിച്ചേക്കാം, ഈ പ്രാർത്ഥന എന്ന് കരുതിക്കൊണ്ട് അബൂലഹബ് തന്റെ പ്രിയപ്പെട്ട ഉത്തൈബത്ത് എന്ന ചെറുപ്പക്കാരനായ മകനെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കും വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കൂല. അങ്ങാടിയിലേക്ക് പോലും പോകുമ്പോൾ അവന്റെ കൂടെ പ്രൊട്ടക്ഷൻ ആളുണ്ടാകും. ആളുകളില്ലാതെ ഒരിക്കലും അവൻ ഒരു സ്ഥലത്തേക്കും പറഞ്ഞേക്കൂല. എന്താത്ഭുതം! എല്ലാ സ്ഥലത്തും കാവല്, എല്ലാ സ്ഥലത്തും കാവല്. അവസാനം അത് സംഭവിച്ചു. ചിന്തിക്കണേ നിങ്ങൾ. നബി തങ്ങളെ ദുആ ആണല്ലോ. അള്ളാഹുവിന്റെ കാവൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അബൂലഹബുണ്ടോ? അറിയുന്നു. ആ കാവലല്ലാത്ത മറ്റൊരു കാവലും മനുഷ്യന് ഫലിക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. ഷാമിലേക്ക് കച്ചവടത്തിനതാ ഒരു സംഘം പുറപ്പെടുന്നു. 40-ൽ പരം ആളുകളുണ്ട്. വലിയ കാഫില ഷാമിലേക്ക് പോകുന്നു. ഇവനും ആ കച്ചവടത്തിൽ പോകാൻ താല്പര്യമുണ്ടായി. കച്ചവട സംഘത്തിൽ അവനെ ചേർത്തു. കച്ചവട സംഘത്തിൽ അവൻ പുറപ്പെടുകയാണ്. കച്ചവട സംഘത്തിൽ പുറപ്പെടാൻ പ്രയാസമൊന്നുമില്ല, കാരണം 40-ൽ പരം ആളുകളുണ്ട്. പേടിക്കേണ്ട, ഒരിക്കലും അപകടം വരില്ല. അബൂലഹബ് ശട്ടം കെട്ടി. മകനെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സദസ്സിലെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഉയർത്തപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പഠിക്കണം. അബൂലഹബിന്റെ മകൻ ഉത്തൈബത്ത് സംഘത്തിനുണ്ട്. ഷാമിൽ പോയി, ജോർഡാനിൽ പോയി കൃഷിയിടത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരികയാണ്.
പോകുമ്പോൾ ഒട്ടകത്തിന്റെ പുറം കാലിയാണ്, തിരിച്ചു വരുമ്പോൾ 40-ൽപ്പെട്ട ഒട്ടകത്തിന്റെ പുറത്ത് വലിയ ചരക്കുണ്ട്, വിശ്രമിക്കണം, തുടർച്ചയായി നടക്കാൻ കഴിയില്ല. അവരൊരുമിച്ചൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ രാത്രി കൂടി. രാവേറെ ചെന്നു. അവർ ചിന്തിച്ചു, ഉത്തൈബത്തിനെ എവിടെ കിടത്തും, ശ്രദ്ധിക്കണം. അവനെ ശ്രദ്ധിക്കാതെ കിടന്നാൽ ഒരുപക്ഷെ ആ പ്രാർത്ഥന ഫലിച്ചാലോ. അവരെല്ലാവരും കൂടി ഒരു പദ്ധതി ഇട്ടു. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ചരക്കുകൾ മുഴുവൻ ഇറക്കിയിട്ട് അതൊരു കൂമ്പാരം പോലെ ഉയർത്തി വെച്ചു, വലിയ കൂമ്പാരം. ആ കൂമ്പാരത്തിന്റെ മുകളിൽ അതിന്റെ മുകളിൽ അവരെ സുഖമായി കിടത്തി. താരീഖിന്റെ കിതാബിലുണ്ട്, ബാത്ത ഉതൈബത്തു ഫൗകൽ മതാഴ്. ചരിത്രകാരന്മാർ അങ്ങനെയാ കുറിച്ചിട്ടത്. ബാത്ത ഉതൈബത്തു ഫൗകൽ മതാഴ്. ഉതൈബത്ത് ചരക്കിന്റെ ഏറ്റവും മുകളിൽ കയറി കടന്നു. എന്നിട്ടും അവർക്ക് വിശ്വാസം വരാത്തത് കൊണ്ട് ആ കൂമ്പാരം കൂട്ടിയിട്ട ചാക്കിന്റെ താഴത്ത് അവരോരോരുത്തരും ഇങ്ങനെ വട്ടം വീത് കടന്നു. ഓരോരുത്തരും തലയിങ്ങോട്ട് വെച്ച് കാലങ്ങോട്ടാക്കി വൃത്തത്തിൽ കടന്നു. ഒരു വൃത്തം. ഏത് മൃഗം എപ്പോൾ വന്നാലും ഒരാളെ കാലിൽ മേൽ ചവിട്ടുകയോ കടിക്കുകയോ ചെയ്താൽ അയാൾ ഉണരും. ഒരാൾ ഉണർന്നാൽ തൊട്ടടുത്ത ആൾ ഉണരും. ആ 40-ൽ പരമ ആളും ഉണരും. എല്ലാവരും കൂടി ബഹളം വെച്ചാൽ ഏത് മൃഗവും ഓടും. ഒരു പേടിയുമില്ല. ഉതൈബത്ത് മുകളിലാണ്. ഒരു ഭയലേശമന്യേ അവർ സുഖമായി കൂർക്കം വലിച്ച് കടന്നുറങ്ങുന്നു. ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ചിലന്തി വല കൊണ്ട് പടച്ചറപ്പിന്റെ പ്രവാചകരെ പടച്ചറപ്പ് കാത്തുവെങ്കിൽ, എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിൽ, ഒരു രാത്രി, ആ രാത്രി യഥാ സിംഹം വരുന്നു. ഒരു സിംഹം വന്നിട്ട് ഈ കാല് വാസനിച്ച് നോക്കി ഒരാളുടെ, അടുത്ത ആളുടെ കാല് വാസനിച്ചു, അടുത്ത ആളെ കാല് വാസനിച്ചു, അടുത്ത ആളെ കാല് വാസനിച്ചു. ഒന്നും വാസനിച്ചൊരു തവാഫ് പോലെ ചുറ്റി ഒന്നാമത്തെ ആളെടുത്തെത്തി. ആരെയും വേണ്ട. ഒട്ടകം ഒന്ന് പുറകോട്ട് നിന്നു. ആ സിംഹം ഒന്ന് പുറകോട്ട് നിന്നു. പുറകോട്ട് നിന്ന് തലയൊന്ന് പൊക്കി നോക്കുമ്പോൾ മുകളിൽ നിന്നൊരു വാസന വരുന്നുണ്ട്. തരക്കേടില്ല. മുകളിൽ നിന്ന് വരുന്ന വാസന കൊണ്ട് സിംഹം ഒന്ന് പുറകോട്ട് പോയി. പുറകോട്ട് പോയിട്ട് ഒരൊറ്റ ചാട്ടം അതിന്റെ മുകളിലേക്ക് ഇവന്റെ തല കടിച്ച് പൊളിക്കലും വലിച്ചെറിയലും ഓടലും, ഒരാർത്തനാദം. ഇവര് ഉണർന്നപ്പോഴേക്കും മൃഗം അതിന്റെ വഴിക്ക്. ഇവന്റെ ശവശരീരം ഇപ്പുറത്ത്. അല്ല കാവല് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. ഉരുക്ക് കോട്ട കെട്ടി നിങ്ങൾ വെച്ചാലും ശരി, പിടികൂടും പടച്ചറബ്, പിടികൂടും പടച്ചവൻ. നിങ്ങൾ എന്ത് തരം പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ട് കാര്യമില്ല കൂട്ടരെ. അള്ളാഹു നിങ്ങളെ പിടിക്കുമെന്ന് പരിശുദ്ധ ദീൻ. അള്ളാഹു നിങ്ങളെ പിടിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹിന്റെ പ്രവാചകർക്ക് മാടപ്രാവ് മതി, സംരക്ഷണത്തിന് ചിലന്തി വല മതി. വല്ലാഹി ഹാദാ ലഅഖദമു മിൻ മീരാദി മുഹമ്മദിൻ. എടോ, ഈ ചിലന്തി വല മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പുള്ളതാ, നോക്കണ്ട. അതിന്റെ ഉള്ളിലില്ലെന്ന് ഉറപ്പാണ്. അവർ തിരിച്ചുപോയി. നേരെ മറിച്ച് ഉതൈബത്തിനെ പടച്ചറബ് പറഞ്ഞ വാക്ക്, നബി തങ്ങൾ പറഞ്ഞ വാക്ക് പടച്ചറബ് കേട്ടു. അല്ലാഹുവേ, നിന്റെ മൃഗത്തെ കൊണ്ടവനെ പിടിപ്പിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വലിയോരെ ഗുരുത്തക്കെട് തട്ടിയ പോലെ ഉണ്ടാവും. വലിയ മഹാന്മാർ പറഞ്ഞ പോലെ ഉണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കണം. മഹാന്മാർ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മഹാനവറുകൾ പറഞ്ഞ വാചകം, ഈ മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, വലിയ ദർജയിലുള്ളവർ, ഇന്നഹും സാദു അലൈനാ ബികഥറത്തിൽ ഇൽമി വൽ മുറാഖബതി വൽ ഖശിയതി വസ്സുഹദി വഉലുവിൽ ഹിമ്മ. എന്തൊക്കെയാണ് പറഞ്ഞ വാക്ക്? ഈ മഹാന്മാരാകുന്ന ഇവിടെ ഖബറിൽ കിടക്കുന്ന മഹാനടക്കമുള്ള മഹത്തുക്കൾ, അള്ളാഹുവേ അവരെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നഹും സാദു അലൈന. അവർക്ക് നമ്മളെക്കാളേറെ വർദ്ധിച്ചിട്ടുണ്ട്, അവർ മുൻകടന്നിട്ടുണ്ട്, അവർ മേലെത്തിയിട്ടുണ്ട്, നമ്മളെക്കാൾ മേലെയാണ്. അറിവിന്റെ വിഷയത്തിൽ. അറിവ് എന്ന് പറഞ്ഞാൽ ഓതി പഠിക്കുന്ന അറിവ് മാത്രമൊന്നുമല്ല. ഓതി പഠിക്കുന്ന അറിവ് മാത്രമല്ലല്ലോ, ദുനിയായിലുമുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ പടച്ചറബ് നിങ്ങൾക്ക് ഒരുപാട് ബോധനം നൽകും. ആ ബോധനമാണ് പറയുന്നത് ഇൽമ്. അപ്പൊ ഇവർക്ക് ശരിക്കും ഇൽമ് പടച്ചറബ് കൊടുത്തിട്ടുണ്ട്. വൽ മുറാഖബത്തി വൽ ഖശിയതി വസ്സുഹദി വഉലുവിൽ ഹിമ്മ. അവർക്ക് ശരിക്കും പടച്ചറബിനെ കുറിച്ചുള്ള പേടിയുണ്ട്. നല്ല ഹിമ്മത്തിൽ അവർ മുന്നിലാണ്. ആത്മീയമായ ഫലമുണ്ടവർക്ക്. മാത്രമല്ല സുഹൃദ്, പ്രപഞ്ചത്യാഗം ഇത്യാദി ഗുണങ്ങൾ കൊണ്ട് അവർ പടച്ചറബിനെ മുമ്പിൽ നമ്മളെക്കാൾ എത്രയോ മുൻകടന്നിരിക്കുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകൾ ശരിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവരാ. നമ്മൾ പറയും അത്തരം ആളുകളുടെ പ്രവർത്തന വൈകല്യങ്ങളെ കുറിച്ച് മറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാ. ദീനിൽ മുറുകെ പിടിക്കുന്ന ആ പാരമ്പര്യത്തെ കുറിച്ച് മഹാന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നല്ല ഉദാഹരണമാണ്
ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ വാക്ക്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഔലിയാക്കളെ കുറിച്ച് പറയുന്നു, മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് അദ്ദേഹം പറയുന്നു, മദ്ഹബുനാ ഹാദാ മുഖയ്യദുൻ ബിൽ ഉസൂലി ബിൽ കിതാബി വസ്സുന്ന. നമ്മുടെ ഈ മാർഗരേഖ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിർദ്ധാരണം ചെയ്യപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മുടെ അടിത്തറ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ അടിത്തറ ഇല്ലാത്ത പ്രവർത്തനം ആര് നടത്തിയാലും അപകടത്തിൽ പോകും. അതുകൊണ്ട് തന്നെ ഈ അടിത്തറ പാലിക്കണം. ആ സൂഫി പ്രവർത്തനത്തിന്റെ അടിത്തറ പാലിച്ച മഹത്തുക്കളുടെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. അത്തരം ആളുകൾ ഒരു പ്രദേശത്തുണ്ടായാൽ അത് ആ പ്രദേശത്തിന് മാത്രമല്ല, ഒരു ഉമ്മത്തിന് തന്നെ ഏറ്റവും വലിയ ഗുണമാണ്. ആ ഉമ്മത്തിന്റെ കാവൽ പടച്ചറപ്പ് അവരുടെ കൈവശം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിക്കും, അള്ളാഹ്ക്ക് എന്തിനാ വേറെ ആളെ ഏൽപ്പിക്കേണ്ട ആവശ്യം? മഴ പെയ്യിക്കാൻ എന്തിനാ മലക്കിനെ ഏൽപ്പിച്ചത്? റൂഹ് പഠിക്കാൻ എന്തിനാ മലക്കിനെ ഏൽപ്പിച്ചത്? നേരിട്ട് പടച്ചറപ്പിന് ചെയ്യാൻ കഴിയാത്ത ബിസിനസ് ഒന്നല്ലല്ലത്. അള്ളാഹു ഭൂമുഖത്ത് പരിശുദ്ധ ദീൻ നടത്താൻ ഓരോ കാലഘട്ടത്തിൽ അവന്റെ ഔലിയാഇനെ നിയോഗിക്കും. ആ ഔലിയാക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നടത്തും. അവര് ശരിക്കും നമുക്ക് മാർഗരേഖകളായി നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കും. അങ്ങനെ ജ്വലിച്ചു നിന്ന മഹത്തുക്കളിൽ ഒരു മഹാന്റെ ആ ആത്മീയ സാന്നിധ്യമുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്താ ഇത്രയും ആളുകൾ ദൂരെ ദിക്കിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അള്ളാഹുവേ, കാലടിപ്പാടുകൾ കണ്ട് പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. എന്തിനാ ഗതികെട്ട് വന്നത് ഈ മഴയത്ത്? ഇത്ര മഴയുള്ള സമയത്ത് പോലും മനുഷ്യൻ ഈ പന്തലിനുള്ളിൽ വന്നിരിക്കാൻ എന്താ കാരണം? അതൊരു ആത്മീയമായ പ്രഭയാണ്. ആ ആത്മീയമായ പ്രഭ കൊണ്ട് മനസ്സുകളെ തസ്കിയത്ത് ചെയ്യുന്ന മഹത്തുക്കളുടെ കേന്ദ്രത്തിലേക്ക് ആളുകൾ വരും. അതാണ് സൂഫി ചക്രവാളത്തിൽ അള്ളാഹുവിലേക്ക് അടുത്ത മഹത്തുക്കൾ മാതൃക എന്ന മഹാപണ്ഡിതന്മാർ പറയുന്നു. എത്രത്തോളം ഈ ഒരു അവസരം മനുഷ്യന് ലഭ്യമാകണമെങ്കിൽ അവൻ തസ്കിയത്തിന്റെ ഒരു അടിത്തറയിൽ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അത്തരത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വരെ ലുക്മാൻ തങ്ങളോട് ഉപദേശം കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു. അള്ളാഹു ഒരിക്കൽ ദാവൂദ് നബിക്ക് വഹീ കൊടുത്തു. ദാവൂദ് നബി തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിന് അസ്ഥിവാരമിട്ട ബഹുമാനപ്പെട്ട ദാവൂദ് നബി തങ്ങൾ ഇന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ പുറംഭാഗത്ത് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി തങ്ങളെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്തുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് ദാവൂദ് നബി തങ്ങളെ ഖബറുണ്ട്, ഒലിവ് മലയിൽ. നമ്മൾ ശരിക്ക് കാണും. അത് നിന്നുകൊണ്ട് നോക്കിയാൽ അവിടെ കാണാൻ കഴിയുമ്പോൾ ജൂതന്മാരെ പിടിയില്ല. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ചറബ് പറയുകയാണ്. സിയോൺ കുന്ന് എന്നാണ് കുന്നിന്റെ പേര്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, നിങ്ങൾ ലുക്മാൻ ഒരു പീഠമൊരുക്കണേ. മഹാനായ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് പീഠമൊരുക്കുക. അദ്ദേഹം ജനങ്ങൾക്ക് സതുപദേശം നൽകട്ടെ. ആ സതുപദേശം നൽകുന്നതിന് വേണ്ടി ലുക്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പീഠമൊരുക്കി കൊടുക്കുകയാണ്. തസവ്വുഫിന്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു മഹാന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. ആ മഹാൻ അവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു 5 കാര്യങ്ങൾ. എന്റെ മജ്‌ലിസിലുള്ള മുഅ്മിനീങ്ങളെ, നമ്മളോട് ഇന്ന് പറയും പോലെ തോന്നും. വലിയ വലിയ സൂഫിയാക്കളുടെ ഉപദേശങ്ങൾ നമ്മളോട് ഇപ്പോഴിങ്ങ് പറയുന്ന പോലെ തോന്നും. എക്കാലത്തും പ്രസക്തമാണത്, കാലബന്ധിയല്ല. ഏത് കാലത്തേക്കും പ്രസക്തമായ ഉപദേശമാണ് അദ്ദേഹം തന്നത്. എന്താണ് ഉപദേശം? 1, മഹാനായ ലുക്മാൻ തങ്ങൾ ഈ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുക്കി കൊടുത്ത മിമ്പറിൽ കയറിക്കൊണ്ട് പ്രസംഗിച്ചു. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും നൽകിയ ഉപദേശത്തിൽ 1 പറയുന്നത്, അയ്യകൂന ഹിർസുക അല ദുനിയാ ബിഖദരി മഖാമിക ഫിഹാ. ദുനിയാവിനോടുള്ള നിന്റെ താല്പര്യം ഇവിടെ എത്ര കാലം താമസിക്കും എന്നതിനനുസരിച്ചായിരിക്കട്ടെ. പറഞ്ഞ വാക്ക് നോക്കണം. നമ്മൾ ദുനിയാവിൽ ആഗ്രഹങ്ങളുള്ളവരാണ്. നമുക്കൊരുപാട് സൗകര്യങ്ങൾ വേണമെന്നുണ്ട്. നമുക്കൊരുപാട് ബിസിനസ് വേണം, പണം വേണം, സൗകര്യം വേണം, വീട് വേണം, ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ശരിയാണ്. പക്ഷേ മഹാൻ പറയുന്നു, ബിഖദരി മഖാമിക ഫിഹാ. എത്ര കാലം നീ ദുനിയാവിൽ ജീവിക്കും എന്നതുമായി ബന്ധപ്പെട്ട് മതി നിന്റെ അലച്ചകൾ. നീ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് നീ ദുനിയാവിൽ അലച്ച കാണിക്ക്. അത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് നീ അലച്ച കാണിച്ചാൽ മതി. നിന്റെ ഹിർസ് അത്ര മതി. 1ാമത്തെ ഉപദേശം എന്തുമാത്രം വൈപുല്യമുണ്ട് അതിന്. നമ്മൾ ഈ ദുനിയാവിൽ എത്ര ജീവിക്കും അതനുസരിച്ച് ദുനിയാവിനെ മോഹിച്ചാൽ മതി. അതാണ് തസവ്വുഫിന്റെ തത്വശാസ്ത്രം. 2, അയ്യകൂന അമലുക ലിൽ-ആഖിറതി ബിഖദരി മഖാമിക ഫിഹാ. ആഖിറത്തേക്കുള്ള നിന്റെ അമലുണ്ടല്ലോ, ആ അമൽ നീ ആഖിറത്തിൽ എത്ര കാലം താമസിക്കും എന്നതിന്റെ ഖദർ കണ്ടായിരിക്കട്ടെ. പരലോകത്ത് നീ എത്ര കാലം താമസിക്കും, ആ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കട്ടെ നിന്റെ ഇവിടുത്തെ പരലോകത്തേക്കുള്ള അമല്. 2ഉം 1 കൂട്ടി വായിച്ചു നോക്ക് നിങ്ങൾ. 5 ഉപദേശങ്ങളിൽ 2 അതാണ്. 1, ഈ ദുനിയാവിൽ നിന്റെ ആഗ്രഹം എത്ര കാലം ജീവിക്കും എന്നതിന്റെ തോതനുസരിച്ച് മതി. എന്തിനും ഒരു തോതുണ്ടല്ലോ. നിന്റെ പരലോകത്ത് എത്ര കാലം നീ ജീവിക്കും എന്നതിന്റെ തോതനുസരിച്ച് ഇബാദത്ത് നീ ഉണ്ടാക്കണം.
അപ്പൊ ഏതാ കൂടേണ്ടതെന്ന് ബുദ്ധിയുള്ളവനറിയാം. മൂന്നാമത് പറഞ്ഞു അയ്യകൂന ജുർഅതക അലൽ മആസി ബിഖദ്രി സബ്രിക അലന്നാർ. ദുനിയാവിൽ വെച്ച് നീ തെറ്റ് കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിച്ചോ, നരകത്തിന്റെ തീയ് നിനക്ക് എത്ര സഹിക്കാൻ കഴിയുമോ അതിന്റെ തോതനുസരിച്ച് തെറ്റ് ചെയ്താൽ മതി. അതിന്റെ തോത് നിനക്ക് എത്രമാത്രം സഹിക്കാൻ കഴിയും, ആ തോതനുസരിച്ച് നീ ഭൂമുഖത്ത് തെറ്റ് ചെയ്താൽ മതി. വാചകം ശ്രദ്ധിക്കണേ, എന്തൊരു തസൂഫാണ് പറയുന്നത്. അടുത്തത് പറഞ്ഞു നാലാമത്തേത് അയ്യകൂന ഖിദ്മത്തുക ലിൽ മൗലാക. അയ്യകൂന ഖിദ്മത്തുക ലിൽ മൗലാക, നിന്റെ റബ്ബിന് നീ ഖിദ്മത്ത് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ബി ഖദ്രി ഹാജതിക ഇലൈഹി, എത്രയാണോ നിനക്ക് പടച്ചോൻ ആവശ്യമുള്ളത് അത്രമാത്രം ചെയ്തോ. അല്ലാഹുവിന് വേണ്ടി നീ ചെയ്യുന്ന ഖിദ്മത്ത്, നിന്റെ മൗലാക്ക് നീ ചെയ്യുന്ന ഖിദ്മത്ത്, ആ പടച്ചവന് നിനക്ക് എത്ര ആവശ്യമുണ്ടോ അതിന്റെ തോത് കണ്ട് ചെയ്യണേ. നമുക്ക് എപ്പോഴും പടച്ചോൻ ആവശ്യമില്ലേ? എന്നാ പടച്ചോൻ എപ്പോഴും ഓർക്കണം. അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളപ്പോ കൈനീട്ടുകയും പടച്ചവനെ ധിക്കരിക്കുകയും ചെയ്താൽ പറ്റൂല. ഇതാ അറത്താൻ തഅസിയ മൗലാക, നിന്റെ റബ്ബിന് നിനക്ക് ദോഷം ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ, റബ്ബ് പറഞ്ഞതിന്റെ അപ്പുറത്ത് വല്ലതും ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ, ഫത്ലുബ് മൗദി അല്ലാ യറാക്ക്, നിന്നെ അല്ല കാണാത്തൊരു സ്ഥലം നീ കണ്ടുപിടിച്ച് ചെയ്യണം. അല്ല നിന്നെ കാണാത്തൊരു സ്ഥലം നീ പോയി കണ്ടുപിടിച്ച് ചെയ്യണേ. ഇതാരാ പറഞ്ഞത്? മഹാനായ ലുക്മാനുൽ ഹക്കീം തങ്ങൾ ദാവൂദ് നബി തങ്ങൾ വെച്ചുകൊടുത്ത മിമ്പറിൽ കയറി പ്രസംഗിച്ച പ്രസംഗമാണ്, പ്രസിദ്ധമാണ്. ഒന്ന് ചിന്തിക്കണേ, ഈ 5 കാര്യങ്ങൾ ശരിക്കൊരു മനുഷ്യന്റെ കൽബിലുണ്ടോ? ഇത് ശരിക്കൊരു മനുഷ്യന്റെ കൽബിനെ തസ്കിയത്ത് ചെയ്യുമോ? ചിന്തിക്കണം നിങ്ങൾ. അതാണ് ശരിയായ തസ്കിയത്തിന്റെ വാചകം. അതാ ശരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇത് ഒരു മനുഷ്യൻ ശരിക്കും അങ്ങോട്ട് ഉൾക്കൊണ്ടാൽ, അതൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശരിക്കും ആവാഹിച്ചെടുത്താൽ, അപ്പോഴാണ് തത്വാധിഷ്ഠിത പ്രവർത്തനമാകുന്നത്. അപ്പോഴാ ശരിക്കും തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അപ്പോഴാണ് ഇമാമുന ഒസാലി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ പറഞ്ഞത്, ഇന്ന ജമിയ ഹറകാതിഹിം വസകനാതിഹിം ഫീ ളാഹിരിഹിം വബാതിനിഹിം മുഖ്തസബത്തും മിൻ നൂരി മിഷ്കാത്തിൻ നുബുവ. ഈ പറയപ്പെട്ട മഹത്തുക്കളുടെ അനക്കവും അടക്കവും അവരുടെ ഉള്ളും പുറവും നുബുവത്തിന്റെ പ്രഭയിൽ നിന്ന് പിടിച്ചെടുത്തതിനനുസൃതമായിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചായിരിക്കും. അതനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തനം, അതനുസരിച്ചായിരിക്കും അവന്റെ മനസ്സിന്റെ നീക്കം. ഒന്ന് ചിന്തിക്കണേ. എന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എവിടെ വെച്ചു, എങ്ങനെ പ്രവർത്തിച്ചു? രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവർ ഈ വന്നിരിക്കുന്നത് മനസ്സിനെ ചികിത്സിക്കാനല്ലേ? ഒന്ന് ചിന്തിക്കണേ. രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവർ ഈ വന്നിരിക്കുന്നത് മനസ്സിന് ചികിത്സിക്കാനാണ്. നമ്മൾ ക്യാൻസർ രോഗത്തെ പീഡിക്കുന്നവരാണ്, നമ്മൾ കിഡ്നി രോഗത്തെ പീഡിക്കുന്നവരാണ്. അതിനുവേണ്ടി ഒരുപാട് വിപുലമായ ചികിത്സാ സംവിധാനം കെട്ടിപ്പടുക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രോഗത്തിന് വിധേയനായി, പരീക്ഷണത്തിന് വിധേയനായി, ആ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ, നമുക്കൊക്കെ നല്ല സൗഖ്യം, കൂട്ടത്തിൽ ഒരുത്തന് പടച്ചറപ്പ് ബലാഹ് കൊടുത്തു, മുസീബത്ത് കൊടുത്തു. ആ മനുഷ്യന് പടച്ചറപ്പ് മാരക രോഗം കൊടുത്തു. അയാൾ ആ ക്യാൻസറിലോ കിഡ്നി രോഗത്തിലോ നീറിപ്പടഞ്ഞ് മരിച്ചുപോയി. അല്ലാഹുവേ, ഞങ്ങളെ നീ അത്തരം രോഗത്തെ തൊട്ട് കാക്കണേ തമ്പുരാനെ. പക്ഷേ ചിന്തിക്കണേ, അങ്ങനെ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോയാൽ അവൻ സ്വർഗത്തിൽ പോകും. എന്തുകൊണ്ട്? അവന്റെ രോഗത്തിൽ അവൻ ക്ഷമിച്ചത് കൊണ്ട്. ക്ഷമിച്ചതിനും ആ ബലാ ഭൂമിയിൽ സഹിച്ചതിനും പരലോകത്ത് പ്രതിഫലം നൽകുകയാണ്. അവന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട്. കാരണം എന്താ? അവൻ എല്ലാ ബലായിലും മുസീബത്തിലും ക്ഷമിച്ചു പോയി. മാരകമാണ് രോഗമെങ്കിലും പരലോകത്ത് പ്രതിഫലമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നമ്മുടെ കൽബിന് രോഗം ബാധിച്ചാലോ? നമ്മുടെ കൽബിൽ അല്പം അഹങ്കാരം, ഞാനിങ്ങനെ പ്രസംഗിക്കുകയാണ് പീഠത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്നെ, എനിക്ക് തോന്നുകയാണ് ഞാൻ വലിയൊരു പ്രഭാഷകനാണെന്ന്, നിങ്ങളൊക്കെ നമസ്കാരാണെന്ന്. ആ തോന്നൽ എൻ്റെ കൽബിൽ ഏത് നിമിഷം വന്നോ അതെന്റെ കിബറാണ്. ആ കിബർ എൻ്റെ കൽബിൽ ഒരംശത്തിന്റെ അല്പഭാഗമെങ്കിലും ഉണ്ടോ, സ്വർഗത്തിലേക്ക് കടക്കൂല. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. കടക്കൂല. എന്ത് ചെയ്തിട്ടും, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് തൊടുകില്ല, എത്ര ദിക്ർ ചൊല്ലിട്ടും കാര്യമില്ല, എത്ര സിയാറത്തിട്ടും കാര്യമില്ല. കൽബ് ശുദ്ധമല്ലെങ്കിൽ സ്വർഗത്ത് കടക്കൂല. നമ്മളെ കൽബ് ശുദ്ധമാക്കാതെ സ്വർഗത്തിന്റെ പടി കാണൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൽബുകൾക്ക് ശുദ്ധത പ്രദാനം ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ നിങ്ങള്? രോഗം കഴിച്ചാൽ ബലായിൽ ക്ഷമിച്ചാൽ സ്വർഗം ഉണ്ടാവും. നമ്മുടെ കൽബിൽ പോരോ അസൂയയോ മറ്റുള്ളവനോടുള്ള പാരയോ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ സ്വർഗത്തിന്റെ പടി കാണൂല. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ വിജയത്തിന്റെ നിദാന ശാസ്ത്രം മനസ്സിന്റെ ശുദ്ധിയാണ്. ആ മനഃശുദ്ധി ഇല്ലാത്ത മനുഷ്യൻ എങ്ങനെയാ സ്വർഗത്തെ പോണത്? അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗം തേടി വന്നവരാണെങ്കിൽ
അള്ളാഹു പല ഭൗതിക കാര്യം മാത്രം ദ്വാരന്നാ പോരാ. നമ്മളിപ്പോ ദുആ ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട് പടച്ചറപ്പ് നമ്മുടെ ദുആകൾ പലതും തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരം തരുന്നില്ല? അത് നമുക്ക് പക്ഷേ പ്രതിഫലം ഉണ്ടാവും നമ്മൾ ഈ ദ്വാരത്തിനൊക്കെ. ഇപ്പൊ ലോകത്തെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കനുണ്ട്. പലസ്തീനിലെ മക്കൾക്കൊക്കെ വേണ്ടി ഹറമിൽ ദുആ ചെയ്താൽ ഹറമിന്റെ ചുമരുകൾ പ്രകമ്പനം കൊള്ളും. അവിടെ ഇമാം ഇങ്ങനെ തറാവീഹിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ റമദാനിൽ, അല്ലാഹു മൻസുറിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, ആമീൻ പറഞ്ഞ ഹറമിന്റെ വാതിൽ ഇങ്ങനെ കുലുങ്ങിപ്പോകും. പക്ഷെ എന്തുകൊണ്ട് ഫലിക്കണില്ല? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ദുആ ചെയ്യാനിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ആമീൻ പറയുന്ന ആളുകൾ കയ്യ് പൊന്തിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? പരസ്പര ബന്ധങ്ങൾ മറന്നവനാണ്, വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനാണ്. ഈ കൂട്ടത്തിൽ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഉമ്മയോട് പിണങ്ങിയവൻ, ഉപ്പയോട് പിണങ്ങിയവൻ, ജേട്ടനോട് പിണങ്ങിയവൻ, അനുജനോട് പിണങ്ങിയവൻ, വൈയക്തിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ വന്ന് ദ്വാരക്കാൻ കയ്യ പൊന്തിക്കുന്നവൻ, അത്തരം ആളുകൾ ഉള്ള സദസ്സിൽ പടച്ചറബ് അവന്റെ റഹ്മത്ത് ഇറക്കൂല. ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തത്? വൈയക്തിക ബന്ധങ്ങൾ തകർത്തെറിഞ്ഞ മനുഷ്യന്മാരിയിരിക്കുന്ന സദസ്സിൽ എവിടുന്ന് റഹ്മത്ത് കിട്ടാനാ? വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. ഇബാദത്ത് ഒരുപാട് ചെയ്യും. ആ ഇബാദത്ത് ചെയ്ത് കുന്നുകൂട്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ ഇബാദത്ത് മുഴുവൻ പിന്നെ നശിപ്പിക്കുക ചെയ്യുന്നത്. ആ ഇബാദത്തുകൾ പലതും പിന്നെ നമ്മൾ നശിപ്പിക്കുക ചെയ്യുന്നത് ചിന്തിക്കണം നിങ്ങൾ. അതിൽ നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗാണു, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മാരകമായ വൈറസ്, വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന വൈയക്തികമായ പാരയും പോരുമാണ്. ഏറ്റവും ചുരുങ്ങിയ വ്യക്തിയെക്കുറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞാൽ മതി. ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ അതിന്റെ ഗൗരവത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു, ഒരു വ്യക്തി അവൻ വ്യഭിചരിക്കുകയാണ്. അസാനി യസ്നി തുമ്മ യതൂബു ഫയതൂബു അല്ലാഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കും. ശരിക്കൊരു മനുഷ്യൻ വ്യഭിചരിച്ചിട്ട് പടച്ചറബിനോട് തോപ ചോദിച്ചാൽ പടച്ചോൻ തോപ കൊടുക്കുന്ന കാരണം അവൻ തോപ ചെയ്തു കരഞ്ഞിട്ട്. എന്നാൽ അതേ മനുഷ്യനെ കുറിച്ച് പറയുന്നു, ആ മനുഷ്യൻ ഒരു മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ട് അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, ആരെ കുറിച്ചാണോ അവൻ വിഷമിപ്പിച്ചത് അവൻ പുറത്തു കൊടുക്കാതെ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകൂല. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചത്, സിനയേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ദൈവം, പലിശയേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഇബത്ത്. പരസ്പര ബന്ധങ്ങളെ തകർക്കുന്ന വാക്കുകളുടെ ഗൗരവം പഠിക്കണം നിങ്ങൾ. ഞാനത് പ്രത്യേകം പറയുന്നത്, ദുആ ചെയ്യാൻ വന്നിരിക്കുന്ന മനുഷ്യന്റെ മനസ്സുകൾക്ക് ശുദ്ധത വേണം. പരിശുദ്ധ തിരുദൂതർ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു. എത്രമാത്രം ഗൗരവമാണ് നിങ്ങൾ നോക്കുക. പലിശ എന്ന് പറഞ്ഞാൽ അത് 73 വിഭാഗമുണ്ട്. ഐസറുഹ, അതിൽ ഏറ്റവും ലഘുവായ ശിക്ഷ കൊടുക്കുന്ന ഏതാ? അയ്യങ്കിഹൽ മർഉ ഉമ്മഹു, ഉമ്മയെ വ്യഭിചരിക്കലാണ്. ഉമ്മാനെ വ്യഭിചരിച്ചവന് കൊടുക്കുന്ന കുറ്റമാണ് ഈബത്തിലെ താഴ്ന്നപടി, പലിശയിലെ താഴ്ന്നപടി. അതിനേക്കാൾ ഗൗരവമാണ് ഈബത്തിന്റെ കുറ്റം. നോക്കണം നിങ്ങൾ. വൈന്ന അർബർ റിബ, റിബയിൽ വെച്ച് പലിശയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പലിശ തന്നെ മോശമാണ്. പലിശ മോശമാണ്. പലിശയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പലിശ എന്താണെന്നറിയോ? ഒരു മോമിനിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്. വൈയക്തിക ബന്ധങ്ങൾ തകർത്തുകൊണ്ട് ദ്വാരക്കാൻ വന്ന. അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകർ കട്ടിയിൽ പറഞ്ഞത്, എന്താണ് പറഞ്ഞ വാക്കിന്റെ ഗൗരവം? ഏറ്റവും മോശപ്പെട്ട പലിശ, കഠോരമായ പലിശ, നീചമായ പലിശ. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ചു ചിന്തലാണ്. അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടോ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയാൽ സ്വർഗത്തേക്കാണ് പോകൂല. വൈയക്തിക ബന്ധത്തിന്റെ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാ. പാരയും പോരും വെച്ച് തമ്മിലടിച്ച് നടക്കുന്ന മനുഷ്യന്മാരോടായി പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ച ഒറ്റ ഹദീസ് അതുപോലെ. ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. മൻ ഖുതില ഫീ സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾ ഷഹീദാവുക എന്ന് പറഞ്ഞതിന്റെ ഗൗരവം എത്രയാ? പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഷഹീദാവുക എന്നാണ് അതിന്റെ അർത്ഥം എത്രയാ? നമ്മുടെയൊക്കെ റൂഹ് പിടിക്കുന്നത് മാലാഖ വന്നിട്ടാണ്.
എന്നാൽ ഷഹീദിന്റെ റൂഹ് പിടിക്കുന്ന അള്ളാഹു നേരിട്ടാണെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. അള്ളാഹ് നേരിട്ട് വന്ന് റൂഹ് പിടിക്കുമ്പോൾ ഷഹീദിന്റെ പവർ എത്രയാ? അങ്ങനത്തെ ഒരു ഷഹീദിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ ഷഹീദായ മനുഷ്യന്മാൻ ഖുതില ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ മരിച്ചുപോയി. സുമ്മ ഉഹിയ സുമ്മ ഖുതില, പിന്നെ പടച്ചോൻ അവന് ജീവൻ കൊടുത്തു, വീണ്ടും പടവെട്ടി, വീണ്ടും മരിച്ചുപോയി. വീണ്ടും പടവെട്ടി, വീണ്ടും മരിച്ചുപോയി. അള്ളാഹിന്റെ മാർഗത്തിൽ അവൻ പടപൊരുതി മരിച്ചു, വീണ്ടും ജീവിപ്പിച്ചു, വീണ്ടും പടവെട്ടി മരിച്ചു, പിന്നെയും പടച്ചറപ്പ് അവനെ ജീവിപ്പിച്ചു, എന്നിട്ട് പിന്നെയും പടവെട്ടി മരിച്ചുപോയി. 3 വട്ടം. ഒരു ഷഹീദല്ല, ഒരാൾ 3 വട്ടം ഷഹീദായി. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ്. അവന്റെ മേൽ കടമുണ്ട്. കടം. ഏത് കടം? നമ്മളൊക്കെ കടന്ന് പറഞ്ഞ പൈസ മാത്രമേ കണക്കൂട്ടുള്ളൂ, അതല്ല, എല്ലാം കടമാണ്. വ്യക്തിബന്ധങ്ങൾ വഷളാക്കുന്ന തരത്തിൽ ചെളിവാരി എറിഞ്ഞ് നമ്മൾ തമ്മിൽ ബന്ധങ്ങൾ വഷളാക്കി അയൽപക്കക്കാരും തകർത്ത് ഒരുത്തന്റെ കുറ്റം പറഞ്ഞ് നടന്നാൽ അത് ബാധ്യതയാണ്. മയ്യത്ത് കട്ടില് പള്ളിയില് മുമ്പിൽ വെച്ചിട്ട് ഇയാൾ ആർക്കെങ്കിലും വല്ല ഹക്കടപാടും കൊടുക്കാണെങ്കിൽ കൊടുക്കാൻ ഇന്നാൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്താൽ തീരും. മക്കൾക്ക് കൊടുക്കാൻ പറ്റും, നാട്ടുകാർക്ക് പിരിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ വ്യക്തി മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉസ്താദ് പറയുന്ന വാക്ക് കേൾക്കാൻ അവൻ ഒരു പക്ഷെ പള്ളിക്ക് തന്നെ വന്നോളന്നില്ല, അവനത് കേട്ടോളന്നില്ല. അവൻ പുറത്തു കൊടുക്കാതെ മക്കള് പുറത്തു കൊടുക്കാൻ പറ്റുമോ? ഉസ്താദ് പുറത്തു കൊടുക്കാൻ പറ്റുമോ? നാട്ടുകാർക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? ഈ വ്യക്തി തന്നെ കൊടുക്കണ്ടേ? എന്ന പോലെ ഈ ഷഹീദായ മനുഷ്യൻ ആരെങ്കിലുമൊക്കെ വെറുപ്പിച്ച കടം ബാക്കിയുണ്ടെങ്കിൽ, വ്യക്തിബന്ധങ്ങൾ തകർത്ത കടം ബാക്കിയെങ്കിൽ അവൻ 3 വട്ടം ഷഹീദാനല്ല. അവന്റെ ബാധ്യതകൾ പൂർണ്ണമായി വീട്ടാതെ അവൻ സ്വർഗത്തിലേക്ക് പോകില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം എങ്ങനെയുണ്ട്? നമ്മളിങ്ങനെ ദ്വാരക്കാൻ വന്നിരിക്കുമ്പോൾ എല്ലാം തേഞ്ഞ് ഉഷാറായി, ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഞാനടക്കാണ് ഈ പറയുന്നത്. വൈയക്തിക ബന്ധങ്ങൾ തകർത്തെറിയുന്ന വിധത്തിലുള്ള ഒരു സമീപനവും മനുഷ്യനുണ്ടാകാൻ പാടില്ല. കൽബ് ശുദ്ധീകൃതമാകാതെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല. അവന്റെ ജീവിതം ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ പവിത്രമല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താ? നമ്മൾ ആദ്യം നമ്മളാകണം. ഇന്നിപ്പോ ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് വേണ്ടി ദ്വാരക്കാനാണ് നമുക്ക് ഏറെ താല്പര്യം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിൽ ഹിഫ്ളായി ഖുർആൻ ആത്മാർത്ഥമായി പഠിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് ചോറ് വെച്ച് കാത്തിരിക്കുന്ന ഉമ്മാന്റെ അടുത്തേക്ക് കുട്ടിന്റെ വർഗീയവാദികൾ അടിച്ചു കൊന്ന കുട്ടി. നമുക്കൊരിക്കലും അങ്ങനത്തെ വർഗീയത കാണിക്കാൻ കഴിയില്ല, ആരോടും കാണിക്കാൻ കഴിയില്ല, ഒരു വ്യക്തിയോട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അത്തരം വർഗീയത നമ്മുടെ നാട്ടിൽ പണം പടർത്തി ആടുകയാണ്. ഭക്ഷണത്തിന്റെ പേരിൽ അല്ലാഹുവേ ലാലിമീങ്ങളെ നീ തകർക്കണേ തമ്പുരാനെ. അങ്ങനെ തന്നെ തുറക്കേണ്ട കാലപ്പോ വന്നിട്ട് അത്ര ഗൗരവ ആവശ്യം. നമുക്കൊരു വർഗീയത ഒരു മനുഷ്യനോടുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു കണ്ടീഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കണമെങ്കിൽ എന്ത് വേണം? ചോദിക്കട്ടെ, മുസ്ലിമീങ്ങൾ ഒന്നിച്ചെന്നാൽ ഈ പ്രശ്നം അവസാനിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് എന്താ? ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് അതിനോട് ബന്ധിപ്പിക്കണ്ടേ? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്ന ആയത്തിന്റെ തൊട്ട് മുമ്പ് എന്താ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, ഓ ജനങ്ങളെ, നിങ്ങൾ പടച്ചറബിന് യഥാർത്ഥത്തിൽ ഭക്തി കാണിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട തരത്തിൽ നിങ്ങൾ ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇസ്ലാമിന്റെ കൾച്ചർ മുറുകെ പിടിക്കാൻ മരിക്കുമ്പോൾ നമുക്ക് കഴിയണം. അള്ളാഹു അതിനെ തോന്നട്ടെ. അപ്പൊ ഇസ്ലാമിന്റെ കൾച്ചർ മുറുകെ പിടിക്കാൻ അവസാനം വരെ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? വഅതസിമൂ ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിന്റെ പാശത്തെ ശരിക്കും മുറുകെ പിടിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാഞ്ഞാൽ അതിന് കഴിയില്ല, ഒരിക്കലും സാധിക്കൂല. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ കൾച്ചർ ഉണ്ടാവുള്ളൂ. ഇസ്ലാമിക് കൾച്ചർ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പോയി. അപ്പൊ ദീനിന്റെ കൾച്ചർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എപ്പോഴാ? ഇപ്പൊ ഉത്തരേന്ത്യയിലെ മുസ്ലിമിനെ കണ്ടോ? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണെന്ന് പറയാൻ പേടി. എന്താ കാരണം? ചിലപ്പോൾ അടിച്ചുകൊല്ലും, ചിലപ്പോൾ മർദ്ദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി സ്പെയിനിലെ മുസ്ലിങ്ങളെ പോലെ ഇസ്ലാമിനെ പുറത്ത് കാണിക്കാൻ പറ്റാതെ, ബാങ്ക് വേണ്ട, നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞ് കൾച്ചർ ഇല്ലാതെ പോയി അവസാനം ഈ സമൂഹം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തൂലേ? എന്താ കാരണം? ഭിന്നത കൊണ്ട്.
ഭിന്നത കൊണ്ട് അവിടെയാണ് നമ്മൾ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മഹിത മാതൃക പകർത്തേണ്ടത്. ഒരുമിച്ച് നിൽക്കുക. നമുക്ക് സമത്വ കേരള ജമിയത്തുലമയെപ്പോലുള്ള വലിയ പണ്ഡിത സഭ നേതൃത്വം കൊടുത്തുകൊണ്ട് മനോഹരമായ ഒരു ഐക്യത്തിന്റെ പാശം നമുക്ക് തന്നതുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു നേട്ടം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ നേട്ടം വളരെ വലുതാണ്. അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഒരുമ വേണം. ഒരുമ നഷ്ടപ്പെട്ടവൻ അവന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമു ബിഹബ്ലില്ലാഹ് എന്ന് പറയാൻ കാരണം. നമ്മൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ, മുസ്ലിം കൾച്ചർ നമ്മുടെ കയ്യിൽ അന്ത്യം വരെ വേണമെങ്കിൽ, ഒരുത്തനെയും പേടിക്കാതെ തൊപ്പിയും താടിയും തലപ്പാവും വെച്ച് നടക്കണമെങ്കിൽ, ട്രെയിനിൽ തൊപ്പി വെച്ചപ്പോഴാണ് അവർക്ക് പ്രകോപനം വന്നത്, താടി കണ്ടപ്പോഴാണ് അവർക്ക് പ്രകോപനം വന്നത്. കള്ള് കുടിച്ച് ചെയ്തതാണെന്ന് പിന്നെ വെറുതെ സമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ മാധ്യമങ്ങൾ കസർത്ത് നടത്തുകയാണ്. എന്താവട്ടെ, തൊപ്പിയിലും താടിയിലും തോണ്ടിയും വലിച്ചും അങ്ങനെ പ്രകോപനമുണ്ടാക്കിയെങ്കിൽ ആ ചിഹ്നങ്ങളോടാണ് എതിർപ്പ്, ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയോടാണ് എതിർപ്പ്. ഈ എതിർപ്പ് നമ്മുടെ രാജ്യത്ത് ചിലർ വളർത്തിക്കൊണ്ടുവരികയാണ്. യഥാർത്ഥ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു വെറുപ്പുമില്ല. തൊപ്പിയും താടിയും തലപ്പാവും അതുപോലെ തന്നെ എല്ലാവരും കൈകോർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ലേ? ആരോടാണ് നമുക്ക് വിദ്വേഷമുള്ളത്? പള്ളിക്ക് സ്ഥലം തന്ന മുസ്ലിങ്ങളുണ്ട്, പള്ളി കെട്ടിത്തന്ന മുസ്ലിങ്ങളുണ്ട്, നമുക്കൊരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തിരുന്ന ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. ഈ നല്ല മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ ഒരു ഭരണകൂടം പ്രചോദനം കൊടുക്കുമ്പോൾ അതിന്റെ അപകടമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഗവൺമെന്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് അക്രമം ഉണ്ടാക്കുകയാണ്. ഈ അക്രമങ്ങൾക്കെതിരെ ശരിക്ക് ഒന്നോ രണ്ടോ സ്ഥലത്ത് നല്ല നടപടികൾ വന്നാൽ പിന്നെ ആവർത്തിക്കില്ല. ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാൽ പിന്നെ ആവർത്തിക്കില്ല. ഒരു കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകാ ശിക്ഷയാണ്. നേരെ മറിച്ച് ഹരിയാനയിലെ വീട്ടിലേക്ക് പോലീസ് മര്യാദക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അത് കേവലം ഒരു സീറ്റ് തർക്കത്തിന്റെ വിഷയമാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയം വഴിമാറ്റുകയല്ല, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഇതൊക്കെ സംഭവിക്കുന്ന സൂചന എന്താണ്? നൽകുന്ന ദിശ എന്താ? ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേട്ടമുണ്ടാകുമെന്നതിൻ്റെ സൂചന. ഒരുമ നഷ്ടപ്പെട്ടാൽ കോട്ടമുണ്ടാകുമെന്നതിൻ്റെ സൂചന. ആ ഒരുമ നഷ്ടപ്പെട്ട ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം നമ്മുടെ ഒരുമയെക്കുറിച്ചുള്ള ഗൗരവപൂർവമായ ചിന്തക്ക് നമ്മളെ വിധേയരാക്കണം. അതാ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സാന്നിധ്യം ഓർത്തുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോഴും, നമ്മളിത്ര സൗകര്യത്തോടെ എന്ന് പറയുമ്പോഴും, നമ്മളിത്ര മനോഹരമായ ആത്മശാന്തിക്ക് വേണ്ടി ഇത് സംഘടിപ്പിക്കുമ്പോഴും, ഇത്രമാത്രം സൗകര്യങ്ങളൊന്നുമില്ലാത്ത നാട്ടിൽ വേദനയോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരില്ലേ? ആ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. ആ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഐക്യം ആദ്യം നമ്മൾ സാധിച്ചെടുത്തിരിക്കണം. നമ്മുടെ മനസ്സുകളുടെ ഐക്യം നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചക്ര സംഭവങ്ങൾ നോക്ക് നിങ്ങൾ. ശരിക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇത്തരം ഔലിയാക്കൾ, അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പ്രത്യേകമായ ആവേശം, അതാണ് മഹത്തുക്കൾ പറഞ്ഞത് അൽ വലിയു റൈഹാനുല്ലാഹി ഫിൽ അർള്. അള്ളാഹുവിന്റെ ഒരു വലി എന്ന് പറഞ്ഞാൽ ഭൂമുഖത്തെ ഒരു സുഗന്ധ പുഷ്പമാണ്. അവര് പരത്തുന്നൊരു സുഗന്ധമുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. യശമ്മുഹു സിദ്ദീഖൂന, നല്ല നല്ല മനുഷ്യന്മാർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനപ്പുള്ള മഹത്തുക്കൾ പ്രസരിപ്പിക്കുന്ന ആ സൗഗന്ധികം ശരിക്കും നല്ല മനുഷ്യന്മാർക്ക്, സിദ്ദീഖീങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടൂല, എല്ലാവർക്കും അത് കിട്ടൂല. ചില പൂക്കളുടെ വാസന ചില ജീവികൾക്ക് കിട്ടൂലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ തവള, ശരിക്ക് സുഗന്ധപ്പൂവിന്റെ ചോട്ടിലാണെങ്കിലും അതിന് വാസനിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ദൂരെ നിന്ന് പ്രാണികൾ വന്നുകൊണ്ട് അതിന്റെ ആസ്വാദനം നടത്തും. എന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയിലെ സുഗന്ധ പുഷ്പമാണ്. അത് ശരിക്കും നല്ലവരായ ആളുകൾക്ക് അത് ആസ്വദിച്ചെടുക്കാൻ പറ്റും. ഫതസിലു റായിഹതുഹു ഇലാ ഖുലൂബിഹിം, അവരെ ഹൃദയത്തിലേക്ക് ആ വാസന ഇങ്ങോട്ട് അടിച്ചു വീശത് കിട്ടുമ്പോൾ അവർ ശരിക്ക് ഫയസ്താഖൂന ബിഹി ഇലാ മൗലാഹു, അള്ളാഹുവിലേക്ക് അവർ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ടടുക്കും. അപ്പോൾ ഇത്തരം വലിയ കൊണ്ട്, ഇത്തരം ഔലിയാന്റെ സാന്നിധ്യം കൊണ്ട്, ഇത്തരം മഹാന്മാരുടെ സാമീപ്യം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്, അവരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ആത്മീയമായ പ്രഭ. ഇവിടെ പറഞ്ഞത് സൗഗന്ധം. ആ സുഗന്ധത്തിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ടടുക്കുകയാണ്. അതുവഴി പടച്ചറപ്പിനെ പ്രാപിക്കാൻ കഴിയും. അല്ലാതെ ഇവിടെ ഒരാളും ശിർക്ക് ചെയ്യാനല്ല വരുന്നത്, ഇവിടെ ഒരാളും അവന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനല്ല വരുന്നത്. ആര് വന്നാലും ശരി, കൂടി ഈ മരിച്ചുപോയ മഹാന്റെ ജീവിതത്തിന്റെ ആത്മീയത നമ്മളിലേക്ക് പകരുകയാണ്. ഒരു തസൗഫിന്റെ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുകയാണ്.
അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ശരിക്കും ഖബർ സിയാറത്ത്. ആ സിയാറത്തിലൂടെ പടച്ച റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. അത് മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണ് എന്ന തെറ്റിദ്ധാരണ ജന്യമായ പ്രചരണം സത്യത്തിൽ എത്രമാത്രം വിഡ്ഢിത്തമാണ്. അത്ഭുതങ്ങളുണ്ട് എന്നത് കൊണ്ടല്ല നമ്മൾ ഈ വരുന്നത്. ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ കറാമത്ത് അത്ഭുതങ്ങൾ കാണിക്കലല്ല. അയാൾ ആകാശത്തൂടെ പറന്നാലും നടന്നാലും വെള്ളത്തിൽ ഓടിയാലും അതൊന്നുമല്ല വിഷയം. ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താ? വഅലം അന്ന മിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനു ലിൽ ഔലിയാ. ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന കറാമത്തിൽ വെച്ച് മുഖ്യമായ കറാമത്ത് എന്താ? ദവാമു തൗഫീഖ് ലിത്വാഅത്ത്. ആരാധനയിൽ പൂർണ്ണമായി നിമഗ്നനായി ഇരിക്കാനുള്ള ഒരു കഴിവ്. വൽ ഇസ്മത്തു അനിൽ മഅസി വൽ മുഖാലഫാത്ത്. അബദ്ധങ്ങളിൽ നിന്നും അവർക്ക് പൂർണ്ണ സംരക്ഷണം. അതൊരു മനുഷ്യനെ വലിയാക്കുന്ന പ്രവർത്തനമാണ്. അതാണ് വലിയ. നമുക്ക് കഴിയില്ല. നമുക്കെങ്ങനെ കഴിയും? നമുക്കെങ്ങനെ ആരാധനയിൽ പൂർണ്ണമായി നിമഗ്നനാകാൻ കഴിയും? വഅലം അന്ന മിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനു ലിൽ ഔലിയാ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ വാചകം എന്താ? ദവാമു തൗഫീഖ് ലിത്വാഅത്ത. ആരാധനയിൽ എപ്പോഴും മുഴുകി നിൽക്കുക. നമുക്കെങ്ങനെ പറ്റുക? കഴിയില്ല. എന്തുകൊണ്ട്? ഔസുല്ലാദം ഒരു കാലം എന്നിട്ട് ഒരു ഖത്തം തീർത്തു. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. നമ്മൾ ഇരുന്നിട്ടും കിടന്നിട്ടും മറിഞ്ഞിട്ടും ഒക്കെ കൂടി ഒരു ഖത്തം തീർക്കോ? ഒരു കാലം എന്നിട്ട് ഖത്തം തീർത്താൽ ദവാമു തൗഫീഖ. ശരിക്കും ആരാധന അത് അള്ളാഹുവിലേക്ക് മനസ്സിങ്ങനെ കേന്ദ്രീകരിച്ച് കൃത്യമായി ഇങ്ങനെ നിൽക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. വൽ ഇസ്മത്തു അനിൽ മആസി വൽ മുഖാലഫാത്ത്. തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ കാവൽ. ആ കാവൽ ലഭ്യമാകുന്നവർ അവർ മഹത്തുക്കളാണ്. അവരാണ് മഹാന്മാർ. ഞാൻ പറയട്ടെ, ഇവരെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം അടക്കമുള്ള ലോകത്തിന്റെ ഗുണങ്ങൾ എന്താ? ഒരുപാട് കാര്യം പറയണേ, ഞാൻ ചുരുക്കണം. മഹാന്മാർ ഇപ്പോൾ വന്ന് ദുആ ആരംഭിക്കും. ഇന്ത്യ മഹാരാജ്യം അടക്കമുള്ള ലോകത്ത് ഇവരെ കൊണ്ടാണ് ഗുണഗണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഹിജ്റ 536 അജ്മീറിൽ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാന്റെ ഹക്ക് ജാഗ് ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ മഹാനാണ് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത്. പഞ്ചാബിൽ ബാബ ഫരീദ് ഗഞ്ച് ഷക്കർ, പഞ്ചാബിന്റെ മണ്ണിൽ ഇസ്ലാമിക പ്രബോധനാധ്യതര ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ വർഷം 567 നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സൈനുലാബ്ദീൻ തങ്ങൾ അടക്കമുള്ള മഹാപണ്ഡിതന്മാർ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, അവരെയൊക്കെ സ്വാഗതം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ ഇവിടെയുണ്ട്. ഞാൻ സംഘാടകർക്ക് വേണ്ടി എല്ലാവരെയും മൊത്തത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം ഇതാ അവസാനിപ്പിക്കുന്നു. അവരെ സമയം ഒട്ടും ഞാൻ കളയുന്നില്ല. ദുആയുടെ സമയം ഇതാണ് പൂർത്തീകരിച്ചാൽ അവസാനിപ്പിക്കും. എന്ത് ഇവരെ കൊണ്ട് നമുക്ക് കിട്ടി എന്നതിൻ്റെ ഒരു വ്യക്തമായ രൂപരേഖ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങളെ ഇതാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇരിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ഡൽഹി മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ, ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയ ഹിജ്റ 634 ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന് ആണി ഖാജയിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് തസൗഫിന്റെ പണ്ഡിതന്മാർ ഔലിയാക്കൾ നിസാമുദ്ദീൻ ഔലിയത്തി ബഹാവൽപൂരിലെ ഉച്ചിൽ, ബഹാവൽപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉച്ച് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. സെയ്ദ് ജലാലുദ്ദീൻ ബുഖാറ തങ്ങളാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ ഏറ്റവും വലിയ ചാലക ശക്തിയായത്. ഓരോ ചരിത്രം പഠിച്ചു നോക്കും നിങ്ങൾ. അദ്ദേഹത്തിന്റെ പുത്രൻ ഷെയ്ഖ് അഹമ്മദ് കബീർ ഇന്നത്തെ പഞ്ചാബിന്റെ അപ്പുറമുള്ള ഭാഗമായ ഹരിയാനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയത് അദ്ദേഹമാണ്. ചരിത്രം പഠിക്ക്. ഷെയ്ഖ് ജലാലുദ്ദീൻ തിബ്രീസി ബംഗാളിൽ 1244 അദ്ദേഹം ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തു. ഗുജറാത്തിലെ ഇമാം ഷാ, ഗുജറാത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. സിന്ധിൽ സയ്യിദ് യൂസുഫുദ്ദീൻ ജിലാനി തങ്ങൾ സിന്ധിന്റെ മണ്ണിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി. ഡക്കാനിലെ ബിജാപൂരിൽ പീർ മഹാപീർ ഖമ്പായത്ത്, ഇവിടെ മടവൂരിൽ ബഹുമാനപ്പെട്ടവരെ പോലെ വലിയുള്ളാഹി കുത്തബുസ്സമാൻ മൗലദ്ദവീല മമ്പുറം തങ്ങളെ പോലെ, ഏർവാടിയിൽ മുത്തുപേട്ടയിൽ നാഗൂരിൽ അവിടെയൊക്കെയുള്ള പ്രബോധകന്മാർ, പൂനെയിലെ ബൽഗാമിൽ സയ്യിദ് മുഹമ്മദ് ഗൗസുദ്ദുറാത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലും ലോകത്തിലും ഇസ്ലാമിക ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചെങ്കൂല് പിടിച്ചത് അവരാണ്. ആ പ്രവർത്തനം നടത്തിയ മഹത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും ഈ മഹത്തുക്കൾ ചെയ്ത ദൗത്യം അതാണ്. അല്ലാതെ വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല ഇസ്ലാം. ഇവരാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഈ മഹത്തുക്കളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടാണ് അമുസ്ലിങ്ങൾ പോലും ഇസ്ലാമിലേക്ക് വന്നത്. ധാരാളം ആളുകൾ ദീനിലേക്ക് വന്നത് ഇത്തരം മഹത്തുക്കളെ കണ്ടുകൊണ്ടാണ്. ഔസുൽ അഅ്ലമനെ കണ്ടുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ലക്ഷങ്ങളല്ലേ ഖാജയെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത്. ആ മഹാനായ ഖാജയുടെ ദർഗാ ഷരീഫിൽ ഇന്ന് മുസ്ലിങ്ങൾ ഒരുപാട് സിയാറത്തിന് വന്നുകൊണ്ട് അവ പ്രദേശത്തേക്ക് സംഭാവനകൾ നൽകിയും അവരുടെ ആചാരപ്രകാരം തന്നെ വന്നുകൊണ്ട് അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓർക്കണം നിങ്ങൾ, ഈ മഹാത്മാക്കളായ മനുഷ്യർ പ്രചരിപ്പിച്ച ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിനെ
ഒരു ബീഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വെട്ടിക്കൊന്നും തല്ലിക്കൊന്നും നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ ചെയ്ത സേവന പ്രവർത്തനത്തെയും ഈ സൂഫിയാക്കൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിന്റെ സമാധാനത്തെയും തകർക്കാൻ ആർക്കും കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹുവിന്റെ പ്രകാശത്തെ പടച്ചറപ്പ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവരൊക്കെ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും ശരി, ഒരിക്കലും ഈ മഹത്തുക്കളുടെ ആത്മീയ സാന്നിധ്യമുള്ള കാലത്തോളം അത് നടക്കില്ല. അള്ളാഹുവേ, ശത്രുക്കൾക്ക് നീ സൽബുദ്ധി നൽകണേ തമ്പുരാനെ, പീഡിതർക്ക് നീ കരുത്ത് നൽകണേ തമ്പുരാനെ. ഈ മഹാന്മാരെ ആത്മീയ ശക്തി കൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് ഇപ്പൊ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ചെറുക്കാൻ ഞങ്ങൾക്ക് ആത്മീയമായ കരുത്ത് നൽകണേ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘമായ പ്രാർത്ഥന ഇവിടെ വരുന്നത് കൊണ്ട് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി സയ്യിദന്മാരും ആലിമീങ്ങളും അനുഭവ സമ്പത്തുള്ള മഹാരഥന്മാരും ഒന്നിച്ച ഈ വേദിയിൽ നിങ്ങൾക്കൊരു മനോഹരമായ ഭാഗ്യം കിട്ടിയ അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് നമ്മളൊക്കെ സന്തോഷത്തോടെ ഒത്തുകൂടുന്ന ഈ മജ്ലിസിൽ നമ്മൾ കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തും നമുക്ക് മഹാന്മാരോടൊപ്പം ഒന്നിച്ചുകൂടാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരുടെ വാഹനത്തിൽ